ആദരണീയനായ അധ്യക്ഷൻ അജ്മൽ, പ്രിയപ്പെട്ട അഷ്ഫാഖ്, ജില്ലാ മുസ്ലിം ലീഗിൻ്റെ പ്രഗത്ഭനായ ജനറൽ സെക്രട്ടറി പ്രിയപ്പെട്ട അബ്ദുറഹ്മാൻ സമൻ, കാസർഗോഡിൻ്റെ പ്രഗത്ഭനായ നിയമസഭാ സാമാജികൻ ബഹുമാന്യനായ എന്നെ നെല്ലിക്കുന്ന മുനീർ ഹാജി കടവത്ത്, എം കടവത്ത്, അഷ്റഫ് അടനീർ, ടി കബീർ, അസീസ്, സഹീർ, കെ എം ബഷീർ, അഡ്വക്കേറ്റ് ഇബ്രാഹിം തുടങ്ങി വേദിയിൽ സന്നിഹിതരായ എൻ്റെ സഹപ്രവർത്തകന്മാരുടെ ഒരു നിരയുണ്ട്. എല്ലാവരെയും ഹൃദയംഗമമായി ഞാൻ അഭിവാദ്യം ചെയ്യുകയാണ്. കാസർഗോഡ് മുനിസിപ്പൽ മുസ്ലിം യൂത്ത് ലീഗിൻ്റെ പുതിയ കമ്മിറ്റിയുടെ പ്രവർത്തനങ്ങളിലേക്ക് വരാനുള്ള പഴയ നിലവിലുള്ള കമ്മിറ്റിയുടെ അവസാന സമയത്തെ പ്രവർത്തനങ്ങളുടെ സമാപന വേദി കൂടിയാണ് ഈ സമ്മേളനമെന്ന് എനിക്കറിയാം. സമ്മേളനത്തിൻ്റെ സുപ്രധാനമായ ഈ വേദിയിൽ നിൽക്കുമ്പോൾ ഒരു ജനാധിപത്യ വിശ്വാസി എന്ന നിലക്ക്, ഒരു മനുഷ്യസ്നേഹി എന്നുള്ള നിലക്ക്, ലോകത്തിലെ സകലമാന മനുഷ്യരും ആശ്വാസത്തിൻ്റെ നെടുവീർപ്പുകൾ ഇടുന്ന ഒരു സമയത്താണ് നമ്മൾ ഇന്ന് നിൽക്കുന്നത്. ഈ ഒക്ടോബർ 7 ഫലസ്തീനിലെ ഗസയിലെ മനുഷ്യർ 2 വർഷക്കാലമായി അഭിമുഖീകരിക്കുന്ന വേദനയുടെയും സങ്കടങ്ങളുടെയും തോരാത്ത കണ്ണുനീരിൻ്റെയും തീപടരുന്ന വേദനയുടെയും ഒക്കെ ഒരാശ്വാസത്തിൻ്റെ നാളുകളാണ് നമ്മൾ ലോകത്തിൻ്റെ വാർത്തയിൽ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ ദിവസം റംസി ബരൂദ് എന്ന് പറയുന്ന ഫലസ്തീനി കവി ഇന്ന് ലോകത്തിന്റെ മുമ്പിൽ എഴുതി വെച്ചൊരു കവിതയുണ്ട്. കൊളോണിയൽ വിരുദ്ധ പ്രതിരോധത്തിന്റെ ആഴമേറിയ തെളിവാണ് ഗസ. അടിച്ചമർത്തപ്പെട്ട ജനതയുടെ പ്രതീക്ഷയുടെ ദീപസ്തംഭമാണ് ഗസ. ഉപരോധിക്കപ്പെട്ട ഒരു ജനതക്ക് കഷ്ടപ്പാടുകൾക്ക് മേൽ സഹനത്തിന്റെ ശക്തിയുണ്ടെങ്കിൽ എന്തും ജയിക്കാൻ സാധിക്കുമെന്ന് തെളിയിക്കുകയാണ് ഗസ. ഐക്യദാർഢ്യം ഒരു വാക്കല്ല, നേരിട്ടുള്ള പ്രവർത്തനമാണ്. സ്നേഹമുള്ളവരെ, നമ്മൾ ഫലസ്തീനോട് ഐക്യപ്പെടുന്നത്, ഗസയോട് ഐക്യപ്പെടുന്നത്, മുസ്ലിം ലീഗിന്റെ സംസ്ഥാന കമ്മിറ്റി എറണാകുളത്ത് പിന്നെയും ഒരു മഹാ ഫലസ്തീൻ ഐക്യദാർഢ്യ സമ്മേളനം നടത്തിയത്. പലരും ചോദിക്കുന്നുണ്ട്, എന്തിനായിരുന്നു അത്? നാളെ നമ്മളുടെ മക്കൾ ചരിത്രം പഠിക്കുമ്പോൾ നിങ്ങൾ എവിടെയായിരുന്നു എന്ന് അവർക്ക് മനസ്സിലാവാൻ, ഏറ്റവും സങ്കടകരമായ മനുഷ്യഹത്യ നടക്കുന്ന ഒരു കാലത്ത് നിങ്ങൾ എവിടെയായിരുന്നു എന്ന ചോദ്യത്തിന്റെ ഉത്തരം പറയാനാണ് നമ്മളിപ്പോഴും ഗസയെ ഓർക്കുന്നത്. ഈ കവിയുടെ വാക്കുകളിൽ ഒരു വരിയുണ്ട്, പ്രതിരോധത്തിന്റെ ആഴമേറിയ തെളിവാണ് ഗസ. ഫലസ്തീൻ യുദ്ധം ചെയ്യുകയായിരുന്നില്ല, ഫലസ്തീൻ പ്രതിരോധിക്കുകയായിരുന്നു. ക്ഷമ കൊണ്ട് എങ്ങനെയാണ് ഒരു യുദ്ധത്തെ ജയിക്കാനാവുക? സഹനം കൊണ്ട് എങ്ങനെയാണ് ഒരു യുദ്ധത്തെ ജയിക്കാനാവുക? അത് ഇന്ത്യക്കാർക്ക് മനസ്സിലാവും. ഇത് ഗാന്ധിജിയുടെ നാടാണ്. ഒരു ഫാഷിസ്റ്റ് കാലത്ത് തോരാമഴ പോലെ അതിക്രമങ്ങൾ പെയ്യുന്ന ഒരു നാട്ടിൽ
നിരന്തരമായ മൈനോറിറ്റി വേട്ടകൾ നടക്കുന്ന ഒരു നാട്ടിൽ ഗസയുടെ പോരാട്ടത്തിന്റെ വിജയത്തിന് ഒരു പാഠമുണ്ട്. അത് ഗാന്ധിജി നേരത്തെ പഠിപ്പിച്ച സഹനത്തിന്റെ പാഠമാണ്. ആക്രമണം കൊണ്ടല്ല ജയിക്കേണ്ടത് പുതിയ ലോകത്ത്. ആക്രമണങ്ങൾ വേണ്ടുപോളും നടത്തുന്ന അമേരിക്കയാവട്ടെ, ആക്രമണങ്ങൾ ഏറ്റവും വേണ്ടുപോളും നടത്തുന്ന ഇസ്രയേൽ അടക്കമുള്ളവരാവട്ടെ, ആത്യന്തികമായി അവർ ജയിക്കുകയാണോ ചെയ്യുന്നത്? തോൽക്കുകയാണ്. സഹനത്തിന്റെ കരുത്തുള്ളവരുടെ മുമ്പിൽ ലോകം തോറ്റിട്ടുണ്ടെന്നും ലോകം തോറ്റതിന്റെ വാർത്തകളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് എന്നുമാണ് ഈ കവി പറയുന്നതും നമുക്ക് മനസ്സിലാവുന്നില്ല. മൗലികമായും ആത്യന്തികമായും ഇസ്രായേൽ തോൽക്കുകയായിരുന്നു. നമ്മളൊക്കെ കേൾക്കുന്ന ഒരു വർത്തമാനമാണ്. എന്താണത്? കാസർഗോഡ് തളങ്കരയിൽ ഈ മാലിക് ദിനാർ പള്ളിക്കകത്ത് അവിടെ നിൽക്കുന്ന ഒരാൾ, അയാളുടെ ചലനങ്ങൾ, അയാളുടെ മൂവ്മെന്റുകൾ ലോകത്ത് മനസ്സിലാവും ഇസ്രായേലിൽ നിന്ന് അവന്റെ ചാരക്കണ്ണുകൾ കൊണ്ട്. ഒരുപക്ഷെ ഈ കാസർഗോഡ് നഗരസഭക്കകത്ത് എന്ത് സംഭവിക്കുന്നു എന്ന് അമേരിക്കയിൽ നിന്ന് അവർക്ക് നോക്കിക്കാണാൻ കഴിയും. എന്നൊക്കെയാണ് വിടുവായന്മാരുടെ വർത്തമാനം ഉണ്ടായിരുന്നത്. അവർ പറയാറ് ലോകം മുഴുവൻ അവരുടെ കയ്യിലാണെന്നാണ്. നിങ്ങൾ ഓർത്തു നോക്കൂ, ഈ വിടുവായത്തം അവസാനിച്ച ദിവസം കൂടിയാണ് ഇന്നലെ. കാരണം ഈ ഫലസ്തീൻ എന്ന് പറയുന്നത് ഏകദേശം ഒരു 365 സ്ക്വയർ കിലോമീറ്റർ മാത്രമുള്ള 2.3% മില്യൺ മനുഷ്യർ മാത്രം, 2.3 മില്യൺ ജനങ്ങൾ മാത്രം പാർക്കുന്ന ഒരു പ്രദേശമാണ്. അവിടെയാണ് 2 കൊല്ലം 46 ബന്ദികളെ ഹമാസ് പിടിച്ചു വെച്ചത്. എത്ര പേരെ കൊന്നു ഇസ്രായേൽ? എത്ര കുഞ്ഞുങ്ങളെ കൊന്നു? 2 വർഷം നിരന്തരമായ യുദ്ധം നടത്തി. ലോകരാഷ്ട്രങ്ങൾ മുഴുവൻ അപലപിച്ചിട്ടും അവർ നിർത്തിയില്ല. അവസാനം ഹമാസ്, അവസാനം ഫലസ്തീൻ, അവർ കനിയേണ്ടി വന്നു. യുദ്ധത്തിന്റെ ഒടുവിൽ സറണ്ടർ ചെയ്തു കൊടുക്കുകയാണ് ഈ അഭയാർത്ഥി, ഈ പിടിച്ചുകൊണ്ടുപോയവരെ, ബന്ദികളെ. ഇസ്രായേലിന് പിടിച്ചെടുക്കാൻ കഴിഞ്ഞില്ല. എത്ര ഭീകരമായ അതിക്രമങ്ങൾ നടത്തിയിട്ടും പിടിച്ചടക്കാൻ കഴിഞ്ഞില്ല. അതും ഏകപക്ഷീയമായ യുദ്ധം. തോന്നുന്നിടത്തൊക്കെ ബോംബ് വർഷിച്ചു. നിരായുധരായ സിവിലിയന്മാരെ ഏറ്റവും ഭീകരമായി ആക്രമിച്ചു. ഒരുപക്ഷെ ഹോളോകോസ്റ്റിന് ശേഷം ലോകം കണ്ട ഏറ്റവും വലിയ വംശഹത്യ ഈ കഴിഞ്ഞ കാലയളവിൽ നടത്തി. നിങ്ങൾ മനസ്സിലാക്കണം, 65,000 മനുഷ്യർ മരിച്ചു. ജനസംഖ്യയുടെ 2.8%. ഫലസ്തീൻ ജനസംഖ്യയുടെ 2.8% ആളുകൾ മരിച്ചു വീണു. 18,500 കുട്ടികൾ മരിച്ചു. അതിൽ 936 കുഞ്ഞുങ്ങൾ 1 വയസ്സ് തികയാത്തവരാണ്. ഉമ്മയുടെ മുലപ്പാലിന്റെ രുചി മാറാത്തവരാണ്. അല്ലെങ്കിൽ അത് ആസ്വദിക്കുന്ന കുട്ടികൾ 936 പേർ കൊല്ലപ്പെട്ടു. 4,500 കുട്ടികൾ കൊല്ലപ്പെടുന്നത് 5 വയസ്സിന് താഴെയുള്ളവരാണ്. 40,000 കുട്ടികൾ അനാഥരായി. അവർക്ക് ഉമ്മയില്ല. ആശുപത്രിയിലേക്ക് പോകുന്ന ഒരു ഡോക്ടറുണ്ട്. ഉമ്മ പോകുമ്പോൾ മക്കളോട് പറഞ്ഞു, അവര് പറഞ്ഞു, കുറച്ചുകൂടെ നിൽക്കൂ ഉമ്മ, അവിടെ എനിക്ക് ആശുപത്രിയിൽ പോകണം. എത്ര പേരാണ് പരിക്കേറ്റ് വരുന്നത്, എനിക്ക് വിശ്രമിക്കാൻ സമയമില്ല. ആ ഉമ്മ ആശുപത്രി ഡോക്ടറാണ്. ആശുപത്രിയിൽ ചെന്ന് 12 മണിക്ക് അവരുടെ അടുത്തേക്ക് ഒരു വാർത്ത വരികയാണ്. ഒരു സ്ഥലത്ത് മിസൈൽ വന്ന് വീണിട്ടുണ്ട്, ആളുകളെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുന്നു. ആശുപത്രി ജാഗരൂകമായി നിൽക്കുകയാണ് ചികിത്സിക്കാൻ. ആ ഉമ്മയുടെ മുമ്പിലേക്ക് വന്നത് രാവിലെ യാത്ര പറഞ്ഞു വന്ന 8 മക്കളുടെ മയ്യത്താണ്. എന്തെല്ലാം ദുരന്തങ്ങളാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ കഴിഞ്ഞത്. ഏകപക്ഷീയമായി അതിഭീകരമാം വിധത്തിലുള്ള അതിക്രമങ്ങൾ, ഇസ്രായേലിന്റെ അതിക്രമങ്ങൾ അവിടെ ഉണ്ടായി. ഏകപക്ഷീയമല്ലാതെ ഇറാനെ ചൊറിയാൻ പോയി. അതിനിടയിൽ അവസാനം ട്രംപിന്റെ കാല് പിടിച്ച് നെതന്യാഹു ഇറാനെ പിൻവലിപ്പിച്ചു. ഖത്തറിനെ ചൊറിയാൻ പോയി. ഖത്തറിന്റെ മുമ്പിൽ മാപ്പ് പറഞ്ഞു നെതന്യാഹു. പക്ഷേ ഈ പാവം മനുഷ്യരെ അവർ ഏകപക്ഷീയമായി ആക്രമിച്ചുകൊണ്ടേയിരുന്നു. നിങ്ങൾ മനസ്സിലാക്കണം, എന്നിട്ടും അവർ ജയിച്ചില്ല. അതാണ്
പലസ്തീനിലെ ബോംബ് വർഷത്തെ കുറിച്ച് പറയുന്നത് ഓരോ മിസൈലുകളും വന്നു വീഴുമ്പോൾ ആർത്തുകരച്ചിലല്ല, അവിടെ നിന്ന് കേൾക്കുന്നത് അട്ടഹാസങ്ങളാണെന്ന് UN റിപ്പോർട്ട് ചെയ്തു. അവർ കരയുകയല്ല, അട്ടഹസിക്കുകയാണ്. ഞാൻ പറയട്ടെ, വിശ്വാസികളുടെ സമൂഹത്തെ ലോകം പഠിക്കേണ്ടതുണ്ട്. ഇന്ത്യയിലെ ഫാഷിസ്റ്റുകൾ പഠിക്കേണ്ടതുണ്ട്. കേരളത്തിലെ മാർക്സിസ്റ്റുകളും പഠിക്കേണ്ടതുണ്ട്. നിങ്ങൾ അവരെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത്. വിശ്വാസിയുടെ ഒരു മനഃശാസ്ത്രമുണ്ട്, ഒരു സൈക്കോളജിയുണ്ട്. ഞാൻ പലപ്പോഴും CPM-നോട് പോലും ചെറിയ ഒരു പ്രതലത്തിനകത്ത് പറയാറുണ്ട്, നിങ്ങൾ ഈ വിശ്വാസികളെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത്. ഒരാൾ മുസ്ലിം ആകുന്നു എന്നത് അയാൾ പൊളിറ്റിസൈസ്ഡ് ആവുന്നു എന്നതാണ്, രാഷ്ട്രീയവൽക്കരിക്കപ്പെടുന്നു എന്നതാണ്. അവൻ വിശ്വാസിയാണ്. എങ്ങനെയാണ് അവൻ രാഷ്ട്രീയവൽക്കരിക്കപ്പെടുന്നത്? അവൻ ഒരു യഥാർത്ഥ വിശ്വാസിയാണോ? അവൻ ഇല്ലാത്തവന്റെ കൂടെ സമരം ചെയ്യുന്നവനാണ്, അനീതിക്കെതിരെ നിലക്കാത്ത പോരാട്ടം നടത്തുന്നവനാണ്. അവൻ വിശ്വാസിയാണോ? അധികാരത്തിന്റെ നെറികേടുകൾ തുറന്നു കാണിക്കുന്നവനാണ്. അവൻ വിശ്വാസിയാണ്. അള്ളാഹുവിന്റെ മുമ്പിൽ അല്ലാതെ ഒരു പടപ്പിന്റെ മുമ്പിലും തലകുനിക്കുന്നവനാണ്. ഒരൊറ്റ കോംപ്രമൈസ്, മുഹമ്മദ് റസൂലുള്ളാഹ്. അതിനപ്പുറം കീഴടങ്ങൽ ഉണ്ടാവില്ല. അനീതിയെ കാണുമ്പോൾ അവൻ ശബ്ദം ഉയർത്തുക തന്നെ ചെയ്യും. ദുർബലരുടെ കൂടെ അവൻ നിൽക്കും. മർദ്ദിതർക്കും ചൂഷിതർക്കുമെതിരെ സമരം ചെയ്യലാണ് കമ്മ്യൂണിസം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അത് പ്രയോഗവൽക്കരിച്ചത് നിങ്ങൾ ചരിത്രത്തിൽ ഒരിടത്തും കാണാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ഗസ പറയുന്ന ഒരു കാര്യമുണ്ട്. എന്താണെന്ന് അറിയുമോ? നിങ്ങൾക്ക് ഈ വിശ്വാസി സമൂഹത്തെ ഒരിക്കലും തോൽപ്പിക്കാനാവില്ല. കൊല്ലാനാവില്ല, കൊന്നിട്ടുമുണ്ട്, പക്ഷെ തോൽപ്പിക്കാനാവില്ല. നിങ്ങൾ ഒരു വിശ്വാസിയെ ബാക്കിയാക്കി യുദ്ധം അവസാനിപ്പിച്ച് പോകുന്നുവെങ്കിൽ ആ വിശ്വാസി പിന്നെയും കിളിർത്തു വരും. വന്നിട്ടുണ്ട്, തുർക്കിയിൽ വന്നിട്ടുണ്ട്, സെർബിയയിൽ വന്നിട്ടുണ്ട്, കസാക്കിസ്ഥാനിൽ വന്നിട്ടുണ്ട്, അഫ്ഗാനിസ്ഥാനിൽ വന്നിട്ടുണ്ട്. ലോകരാഷ്ട്രങ്ങളുടെ സകലമാന അതിക്രമങ്ങളുടെ മുമ്പിലും വിശ്വാസത്തിന്റെ ഗരിമ കൊണ്ട് പിടിച്ചു നിൽക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഈ ഫലസ്തീന്റെ മുമ്പിലും ഗസയുടെ മുമ്പിലും ലോകത്തിലെ ഏറ്റവും ക്രൂരന്മാരായ ഇസ്രായേലുകൾ ആത്യന്തികമായി തോൽക്കുന്നു എന്ന് പറയുന്നത് അവിടെയാണ്. വിശ്വാസിയെ തോൽപ്പിക്കാൻ നിങ്ങൾക്ക് പൊരുതിയാവില്ല. സൂക്ഷിക്കണം കാസർഗോട്ടുകാരെ. ഞാൻ നിങ്ങളോട് പറയട്ടെ, ഈ വാക്കുകൾ നിങ്ങൾ സൂക്ഷ്മതയോട് കേൾക്കാൻ വേണ്ടി ഞാൻ പറയുന്നു. നിങ്ങളോട് പൊരുതി തോൽപ്പിക്കാനാവില്ല, പക്ഷേ നിങ്ങളെ ചേർത്തു നിർത്തി വിശ്വാസത്തെ ചോർത്തിയെടുത്ത് തോൽപ്പിക്കാനാവും. ലോകത്ത് ഒരുപാട് രാജ്യങ്ങളിൽ അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. വിശ്വാസിയോട് സമരം ചെയ്ത് നിങ്ങൾ അവരെ തോൽപ്പിക്കാനാവില്ല. അവരെ നിങ്ങൾ ചേർത്ത് പിടിക്കും. അവന്റെ വിശ്വാസത്തിലേക്ക് കാപട്യങ്ങളെ ചേർത്ത് വെച്ച് നിങ്ങൾക്ക് അവനെ തോൽപ്പിക്കാനാവും. എന്തേ അവരോട് പൊരുതി ജയിക്കാനാവാത്തത് എന്നറിയും? അതെന്താണെന്നറിയും? കാരണം ഒരു വിശ്വാസി പഠിക്കേണ്ടത് ജീവിക്കാൻ മാത്രമല്ല, മരിക്കാൻ കൂടിയാണ്. ഒരു വിശ്വാസി പഠിക്കുന്നത് ജീവിക്കാൻ മാത്രമല്ല. യാസർ ഖാലി എന്ന് പറയുന്ന ഒരു പത്രപ്രവർത്തകൻ, അയാള് ഖാലിദ് നബ്ഹാനെ ഇന്റർവ്യൂ ചെയ്യുന്നു. ആരാണ് ഖാലിദ് നബ്ഹാൻ എന്നറിയുമോ? ഖാലിദ് നബ്ഹാന്റെ 3 വയസ്സുള്ള കുട്ടി ഇസ്രായേലിന്റെ മിസൈൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു. ഖാലിദ് നബ്ഹാൻ തന്റെ കുട്ടിയെ അള്ളാഹുവിങ്കലേക്ക് യാത്രയാക്കുന്ന ഒരു ഘട്ടമുണ്ട്. ആ കുഞ്ഞിന്റെ മുടി ചീകി വെച്ച് 2 ഭാഗത്തേക്ക് ചീകി മെടഞ്ഞു വെച്ച് റബ്ബർ ബാൻഡ് കിൻഡർഗാർട്ടനിലേക്ക്, സ്കൂളിലേക്ക് തന്റെ മകളെ പറഞ്ഞയക്കുന്നത് പോലെ മയ്യത്തുകട്ടിലിൽ എടുത്തു വെക്കുന്ന ഖാലിദ് നബ്ഹാന്റെ ചിത്രം ലോകം കണ്ടു. യാസർ ഖാലി അയാളെ ഇന്റർവ്യൂ ചെയ്തു. കുറെ ദിവസങ്ങൾ കഴിഞ്ഞ് അമേരിക്കയിൽ നടക്കുന്ന ഒരു സമരത്തിലേക്ക്, അല്ലെങ്കിൽ ഒരു ഫലസ്തീൻ അനുകൂല യോഗത്തിലേക്ക് യാസർ ഖാലിദ് നബ്ഹാനെ വിളിക്കുന്നു. ഖാലിദ് നബ്ഹാൻ പറയുന്ന ഉത്തരം നിങ്ങൾ കേൾക്കണം. ഖാലിദ് നബ്ഹാൻ പറയുകയാണ്, ഞാൻ വരില്ല, ക്ഷമിക്കണം, എനിക്ക് എന്റെ മകളുടെ അടുത്തേക്ക് പോകണം, എനിക്ക് എന്റെ മകളുടെ അടുത്തേക്ക് പോകണം. ഞാൻ നിങ്ങളുടെ ക്ഷണമനുസരിച്ച് US-ലേക്ക് വന്നാൽ ആ നിമിഷമാണ് ഇസ്രായേലിന്റെ ഈ മിസൈൽ വന്ന് വീടുന്നതെങ്കിലോ എനിക്ക് ആ മിസൈൽ മിസ്സായി പോയില്ലേ? യാസർ ഖാലി ഒരു നിമിഷം സ്തബ്ധനായി നിന്നുപോയി.
ഒരു മനുഷ്യൻ പറയുകയാണ്, ഞാൻ ആ നിമിഷം അമേരിക്കയിലേക്ക് പോയാൽ ഇവിടെ വന്ന് പതിക്കുന്ന ഇസ്രായേലിന്റെ മിസൈൽ എനിക്ക് മിസ്സായാൽ എനിക്ക് എന്റെ മകളുടെ അടുത്തേക്ക് പോകാൻ കഴിയുമോ? ആ ഫലസ്തീനിയെ ഇസ്രായേൽ തോൽപ്പിക്കുകയല്ല. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇത്രമാത്രം വലിയ ക്രൂരത ഞാൻ പലപ്പോഴും അതിന്റെ വീഡിയോ കാണാറില്ല. സങ്കടമുള്ള ചിത്രങ്ങൾ എന്നെ വല്ലാതെ ഒരു ദിവസത്തെ സങ്കടമായി മനസ്സിലത് നിറക്കുന്നു. നോക്കാറില്ല. വാർത്തകൾ വായിക്കുമ്പോൾ തന്നെ കണ്ണു നിറഞ്ഞു പോകും. പലസ്തീൻ അന്താരാഷ്ട്ര തലത്തിലെ വായനകൾ നമ്മൾ നടത്തുമ്പോൾ. പക്ഷെ നിങ്ങൾ അറിയുക, ഒരു ഫലസ്തീനിയും ലോകത്തിന്റെ കണ്ണു നനയിച്ച ആക്രമണം നടക്കുമ്പോഴും ഒരു ഫലസ്തീനിയും ആത്മഹത്യ ചെയ്തു എന്ന വാർത്ത ഒരാളും ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഇസ്രായേൽ സൈന്യം ആത്മഹത്യ ചെയ്തു. ഇസ്രായേൽ സൈന്യം വോളണ്ടറി എൻറോൾമെന്റിന് ആളുകൾ വരാതെയായി. ഇന്ത്യയിൽ നിന്നടക്കം ആളുകളെ റിക്രൂട്ട് ചെയ്ത് അവർ കൊണ്ടുപോയി 20,000-ഓളം ആളുകളെ. ഈ യുദ്ധത്തിൽ അവർ ജയിച്ചോ? ഇസ്രായേലിന്റെ ഒരു ഗുഡ് വില്ലാണ് തകർന്നു പോയത്. ഏതുപോലെ എന്നറിയുമോ? ഇറാഖിനെ അമേരിക്ക ആക്രമിച്ചതിനു ശേഷം 20 കൊല്ലക്കാലം അമേരിക്ക അവരുടെ മുഖം രക്ഷിക്കാൻ വേണ്ടി സമയമെടുത്തു. ഈ കേരളത്തിൽ നിന്ന് ആരൊക്കെ കൊണ്ടുപോയി അമേരിക്കയിലേക്ക്? എത്ര പേരെ? സാംസ്കാരിക വിനിമയത്തിന്റെ ഭാഗമായി എത്ര പേരെ? ഒരുപാട് മതപ്രവർത്തകരെ, ഒരുപാട് രാഷ്ട്രീയ പ്രവർത്തകരെ, മുസ്ലിം ലീഗിനകത്തുള്ളവരായ പ്രവർത്തകരെ പോലും അവർ വിദേശത്തേക്ക് അമേരിക്കയിലേക്ക് കൊണ്ടുപോയി. അമേരിക്ക ഇതാണ്, ഈ കണ്ടതല്ല, കേട്ടതല്ല. ഇവിടെ സൗഹൃദമുണ്ട്, ഇവിടെ മതസൗഹാർദ്ദമുണ്ട്, ഇവിടെ ജനാധിപത്യമുണ്ട് എന്ന് കാണിക്കാൻ 20 കൊല്ലമെടുത്തു അമേരിക്ക. നിങ്ങൾ അറിയുമോ, ചെന്നൈയിൽ പോലും ഒരു അമേരിക്കക്കാരനെ ഒരു സാധാ ഓട്ടോ ഡ്രൈവർ ഓട്ടോ ഓടിച്ച് കയറ്റി ആക്രമിക്കാൻ ശ്രമിച്ചു. ലോകത്തിന്റെ തെരുവുകളിൽ അമേരിക്കക്കാരൻ ഇൻസെക്യൂരിറ്റി എന്തെന്ന് അനുഭവിച്ചു. ഇസ്രായേൽ ഇനി അനുഭവിക്കാൻ പോകുന്നതും ഒരുപക്ഷെ ആ ദുരന്തത്തിലേക്കാണ്. ലോകത്തിന്റെ മുമ്പിൽ ഒരു സാത്തനിക് ആക്സസ് ആയി അവർ മാറുകയാണ്. ഒരു സാത്തനിക് ആക്സസ്. ഈ യുദ്ധം ലോകത്തോട് പറയുന്ന മറ്റൊരു കാര്യമുണ്ട്. അതെന്തെന്നറിയുമോ? അമേരിക്ക അടക്കമുള്ള ലോകത്തിലെ മഞ്ഞപ്പത്രങ്ങൾ, മീഡിയകൾ പ്രചരിപ്പിച്ച ഒന്നുണ്ട്, ഇസ്ലാമോഫോബിയ. ലോകത്തിലെ ഏറ്റവും അപകടം പിടിച്ച മതം ഇസ്ലാമാണ്. അക്രമത്തിന്റെ മതം ഇസ്ലാമാണ്. ആ പറഞ്ഞവർ തന്നെ ലോകത്തിൽ ഏറ്റവും എക്സ്പോസ്ഡ് ആയി, മനുഷ്യനെ പച്ചക്ക് കൊല്ലുന്നവരായി ലോകം കാണിച്ചു കൊടുക്കുന്നത് ആരാണ്? ഈ ഇസ്രായേലാണ്. അവരെ സഹായിക്കുന്ന രാഷ്ട്രങ്ങളാണ്. നിങ്ങൾ ഇന്ന് ആരാണ് ലോകത്തിലെ ഏറ്റവും വലിയ അപകടകാരികളെന്ന് ലോകത്തിന് കാണിച്ചു കൊടുക്കുന്നു? ഇതാ ഇസ്ലാം അക്രമകാരികളെന്ന് മുദ്രയിട്ടവരുടെ മുമ്പിൽ ലോകം പറയുന്നു. സകലരും, എല്ലാവരും, ലോകരാഷ്ട്ര തലവന്മാർ പറയുന്നു, നിർത്തുക യുദ്ധം. നിങ്ങൾ ഇത്രമേൽ ക്രൂരരാവരുത്. ആരോട്? അമേരിക്കയോട്, സഹായിക്കുന്ന അമേരിക്കയോട്, യുദ്ധം ചെയ്യുന്ന ഇസ്രായേലിനോട്. നിങ്ങൾ മനസ്സിലാക്കണം, യുദ്ധത്തിന് ഇപ്പോ അതിനകത്തവർ എങ്ങനെ ജയിച്ചു എന്നതാണ്. ഇപ്പൊ പേർഷ്യയുമായി യുദ്ധം നടക്കുന്ന സമയമുണ്ട്. ആ യുദ്ധം നടക്കുന്ന സമയത്ത് ആ യുദ്ധത്തിന് നേതൃത്വം കൊടുക്കുന്നത് സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു തആല അൻഹു ആണ്. ആ യുദ്ധത്തിന്റെ അതിശക്തമായ യുദ്ധം ഇങ്ങനെ നടക്കുന്ന സമയത്ത് പേർഷ്യയുടെ രാജാവ് റുസ്തും അദ്ദേഹം ചാരന്മാരെ വിടുന്നുണ്ട്. സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹുവിന്റെ സൈന്യത്തിനകത്ത് നടക്കുന്നത് എന്താണ് എന്നറിയാൻ അവരെ വിടുന്നു. ഈ ചാരന്മാര് രാത്രിയുടെ സമയത്ത് എതിർഭാഗത്തിന്റെ ടെന്റുകളിലേക്ക് പോവുകയാണ്. അവര് കാണുന്ന ഒരു കാഴ്ച, രാത്രി 2 മണി, നേരം പുലരാൻ 3 മണി 4 മണി. ആ സമയത്ത് ഒരുപാട് ടെന്റുകളിൽ ഒരു മെഴുകുതിരി വെട്ടത്തിൽ ചിലരിങ്ങനെ പ്രാർത്ഥിച്ചിരിക്കുന്നുണ്ട്, ചിലരിങ്ങനെ നമസ്കരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ആ സമയത്ത് ഈ യുദ്ധത്തിന്റെ അതിക്രമങ്ങൾ നടക്കുന്ന സമയത്ത് ഉമർ റളിയല്ലാഹുവിന്റെ കാലത്താണ്. ഖാലിദ് ഇബ്നു വലീദ് റളിയല്ലാഹു അൻഹു അന്ന് റോമിനോട് യുദ്ധം ചെയ്യുന്ന സമയമാണ്, മറ്റേതല്ല. റോമിനോട് യുദ്ധം ചെയ്യുന്ന സമയത്ത് ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കാലമാണ്. സഅദ് ഇബ്നു വലീദ് റളിയല്ലാഹു തആല അൻഹുവാണ് ആ യുദ്ധത്തിന്റെ നായകൻ. എന്നിട്ട് ചാരന്മാരെ വിട്ടിട്ട് ഈ റോമിന്റെ രാജാവ് വിട്ടിട്ട് പറയാണ്, റുസ്തും വിട്ടിട്ട് പറയാണ്, എങ്ങനെയാണ് ഈ യുദ്ധത്തിൽ അവർ നിൽക്കുന്നത്? ഇവര് വന്നിട്ട് പറഞ്ഞു, രാത്രിയിൽ അവരിരുന്ന് പ്രാർത്ഥിക്കുകയാണ്. അല്ലാഹുവേ, ഇന്ന് എന്റെ ഷഹാദ മിസ്സായി, നാളത്തെ യുദ്ധത്തിൽ എനിക്ക് അല്ലാഹുവേ നീ ഷഹാദ അനുവദിച്ചു, കൽപ്പിച്ചു തരണേ.
എനിക്ക് മരിക്കണേ. റുസ്തുവിനോട് വന്നിട്ട് ഈ ചാരന്മാർ പറയുന്നു, രാജാവേ, നമുക്ക് ഈ യുദ്ധം ജയിക്കാനാവില്ല. കാര്യം എന്തെന്നറിയുമോ? അവർ ആ പോരാളികൾ, ആ വിശ്വാസി സമൂഹം, അവർ യുദ്ധം ചെയ്യുന്നത് മരിക്കാനാണ്. നമ്മൾ യുദ്ധം ചെയ്യുന്നത് ജീവിക്കാൻ. മരിക്കാൻ യുദ്ധം ചെയ്യുന്നവരോട് നിങ്ങൾ എങ്ങനെയാണ് ജയിക്കുക? നിങ്ങൾക്ക് എങ്ങനെയാണ് ജയിക്കാനാവുക? അവിടെയാണ് നിങ്ങൾ തിരിച്ചറിയേണ്ടത്. ഫലസ്തീനി ആത്മഹത്യ ചെയ്തില്ല എന്ന് പറയുന്ന രാഷ്ട്രീയം അവിടെയാണ്. ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ പേർഷ്യയുമായുള്ള യുദ്ധത്തിന്റെ സമയം വേറെയാണ്. അതൊരു ഡിപ്ലോമസിയുടെ, വിശ്വാസികളുടെ ഡിപ്ലോമസിയുടെ ഒരു കാര്യമുണ്ട്. സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹു അന്ന് യുദ്ധം ചെയ്യുന്ന സമയത്ത് രാജാവ് റുസ്തും പറയുന്നുണ്ട്, നിങ്ങൾ യുദ്ധം തുടങ്ങുന്നതിന് മുമ്പ് ഞങ്ങളുമായി ഒന്ന് സംസാരിക്കും. എന്തിനാണ് ഈ യുദ്ധം? എന്തിനാ യുദ്ധം? ആ സമയത്ത് റുസ്തും അദ്ദേഹത്തിന്റെ രാജാവിന്റെ അഭ്യർത്ഥന മാനിച്ചുകൊണ്ട് സഅദ് ഇബ്നു അബീ വഖാസ് തന്റെ അനുചരന്മാരോട് പറയുന്നുണ്ട്, നിങ്ങൾ ആരാണ്, നമ്മൾ എന്തിനാണ് ഈ യുദ്ധം ചെയ്യുന്നത് എന്ന് പോയി രാജാവിനോട് സംസാരിക്കുക. ആ കൂട്ടത്തിൽ ഒരു സാധുവായ സഹാബി, ഒരു സാധു മനുഷ്യൻ, അത്രയൊന്നും ശ്രദ്ധേയനായ അറിയപ്പെടുന്ന ഒരാളല്ല, റിബ് ഇബ്നു ആമിർ എന്ന് പറയുന്ന, എന്താ റിബ് ഇബ്നു ആമിർ എന്ന് പറയുന്ന ഒരു സഹാബി, ഞാൻ പോയി സംസാരിക്കാമെന്ന് പറയുന്നുണ്ട്. ഞാൻ പോയി സംസാരിക്കാം. അങ്ങനെ അദ്ദേഹം രാജാവിനോട് സംസാരിക്കാൻ വേണ്ടി പോകുന്നു. രാജാവ് ചോദിക്കുന്നു, എന്താണ് ഈ യുദ്ധത്തിന്? അദ്ദേഹം പറയുന്നു, 2-3 കാരണങ്ങളുണ്ട്. ഒന്ന്, ഞങ്ങൾ ഈ യുദ്ധത്തിന് വരുന്നത് അല്ലാഹുവിനാൽ പ്രചോദിതരായി വന്നവരാണ് ഞങ്ങൾ. അല്ലാഹുവിനാൽ പ്രചോദിതരായി വന്നവരാണ് ഞങ്ങൾ. നമുക്കറിയാം, ഇന്ത്യയിലെ ലോകത്തിലെ തന്നെ ഏറ്റവും മഹാനായ പണ്ഡിതൻ അബുൽ ഹസൻ അലി നദ്വി സാഹിബ്, അദ്ദേഹം ഒരിക്കൽ റൗളയുടെ അടുത്ത് ഒരു പ്രഭാഷണം നടത്തുമ്പോൾ പറഞ്ഞു, എന്റെ സുഹൃത്ത് പറയുന്നത് ഞാനൊരു വലിയ പണ്ഡിതനാണ്, അറബി ഭാഷയിൽ വലിയ പാണ്ഡിത്യമുള്ള ആളാണ് എന്നാണ്. പക്ഷെ ഞാൻ നിങ്ങളോട് പറയട്ടെ, ഞാൻ ഒരുപാട് കാലമായി അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ്, എന്താണ് ഈ അല്ലാഹുവിനാൽ പ്രചോദിതനായി എന്ന് പറയുന്ന ഈ ഭാഷയുടെ അർത്ഥം എനിക്കിപ്പോഴും ഉൾക്കൊള്ളാൻ കഴിയില്ല, എനിക്കിപ്പോഴും മനസ്സിലായിട്ടില്ല. മനോഹരമായി ഒരു സാധാരണക്കാരനായ സഹാബി അന്ന് പറയുകയാണ് റുസ്തുവിനോട്, അല്ലാഹുവിനാൽ പ്രചോദിതരായി പുറപ്പെട്ടവരാണ് ഞങ്ങൾ ആൾ ദൈവ പൂജാ സംസ്കാരത്തിൽ നിന്ന് ഒരു ജനതയെ രക്ഷിക്കാൻ വേണ്ടി വന്നവരാണ്. മൂന്നാമത്തെ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം, ഞങ്ങൾ വന്നത് ദുനിയാവിലെ പ്രയാസങ്ങൾ മനുഷ്യർക്ക് തീർത്തു കൊടുക്കാനും നാട്ടിൽ വികസനം കൊണ്ടുവരാനുമാണ്. ഒരു ജനതയുടെ പോരാട്ടത്തിന്റെ ആന്തരികമായ അർത്ഥങ്ങളുടെ ഒടുവിൽ പറയുന്നത് നാട്ടിൽ വികസനം വരാനുമാണ്. ഇവിടെയാണ് ഞാൻ പറയുന്നത്, നാട്ടിലെ നന്മ ആത്യന്തികമാണ്. മനുഷ്യരെ കൊന്നിട്ടല്ല ജയിക്കേണ്ടത്, അവർക്കെതിരെ അതിക്രമങ്ങൾ നടത്തിയിട്ടല്ല ജയിക്കേണ്ടത്, അവരെ ഇല്ലാതെയാക്കിയിട്ടുമല്ല ജയിക്കേണ്ടത്. അത് ഇസ്രയേലായാലും, അത് അമേരിക്കയായാലും, അത് ഇന്ത്യയിലെ ഏതു രാഷ്ട്രീയ സംഘടനയായാലും ആളുകളെ കൊന്നു തീർത്തല്ല ജയിക്കേണ്ടത്. ഞാൻ നിങ്ങളോട് പറയട്ടെ, ഈ ചെറിയ ആൾക്കൂട്ടം, ഈ പ്രദേശത്തിലെ ആൾക്കൂട്ടം അല്ലേ, നിങ്ങൾ എന്തിനാണ് ഇസ്രായേലിനെ കുറിച്ച് അനുകൂലമായ ഒരു സമ്മേളനം നടത്തുന്നത്? എന്താണ് മുസ്ലിം ലീഗ് പോലെ ഒരു ചെറിയ രാഷ്ട്രീയ പാർട്ടി എറണാകുളത്ത് കൂടുന്നത് കൊണ്ട് എന്താണ്? നെതന്യാഹു പറഞ്ഞ ഒരു വാക്കുണ്ട്, എന്താണെന്നറിയോ? ഞങ്ങൾ പ്രൊപ്പഗണ്ടയിൽ തോറ്റുപോയി. നിങ്ങൾ മനസ്സിലാക്കണം, ലോകത്തിലെ ഫ്രാൻസ് പോലെ, ഓസ്ട്രേലിയ പോലെ, കാനഡ പോലെ, ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മക്രോണിനെ പോലെ ഓരോ മനുഷ്യർ എഴുന്നേറ്റ് നിന്ന് നടത്തിയിട്ടുള്ള ഞങ്ങൾ ഫലസ്തീന്റെ കൂടെയാണ് എന്ന് പറയേണ്ടി വന്നത്, അവസാനം ഒരു കോംപ്രമൈസിലേക്ക് നെതന്യാഹു എന്ന ചെകുത്താനെ കൊണ്ടുവരേണ്ടി വന്നത്, അവിടേക്ക് അമേരിക്കൻ പ്രസിഡന്റിനെ വരുത്തിക്കേണ്ടി വന്നത് നിങ്ങളും ഞാനും ഒക്കെ മുടക്കുന്ന ഒരു മുദ്രാവാക്യത്തിന്റെ കൂടെ ഫലമാണ്. പ്രൊപ്പഗണ്ടയിൽ തോറ്റുപോയി, പ്രൊപ്പഗണ്ടയിൽ തോൽപ്പിക്കാൻ കഴിഞ്ഞു. നിങ്ങൾ മനസ്സിലാക്കണം, നമ്മൾ ഈ നാട്ടിൽ ചെയ്തത് എത്രത്തോളം ആ ഫലസ്തീൻ വിഷയത്തിൽ നിന്നു എന്ന് ഓർത്തു നോക്കിയിട്ടുണ്ടോ നിങ്ങൾ? എത്ര മനുഷ്യർ ലോകത്തിന്റെ തെരുവുകളിൽ, എത്ര മനുഷ്യർ ന്യൂയോർക്ക് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഗ്രാജുവേഷൻ സെറിമണി നടക്കുന്ന സമയത്ത് ഒരു വിദ്യാർത്ഥി എഴുന്നേറ്റ് പറയുകയാണ്, ആ കൂട്ടക്കൊലക്ക് ഞാൻ എതിരാണ്.
5 വർഷം പഠിച്ച അവന്റെ ഗ്രാജുവേഷൻ, 4 വർഷം പഠിച്ച അവന്റെ ഗ്രാജുവേഷൻ പോയി. അവന് പ്രശ്നമല്ല, അവൻ ഒരു മുസ്ലിം അല്ല. സ്നേഹമുള്ളവരെ, 986 വേൾഡ് കപ്പിലെ ടോപ്പ് സ്കോറർ ആയിട്ടുള്ള ഗാരി ലിനേക്കർ, BBC-യുടെ ഫുട്ബോൾ കമന്റേറ്റർ, അദ്ദേഹം ഈ കരയുന്ന മനുഷ്യരുടെ കൂടെ നിന്നു എന്നതിന്റെ പേരിൽ അയാൾക്ക് ജോലി പോയി. കോടികളുടെ ഡോളർ ഒരു വാർഷികമായി ലഭിക്കുന്ന BBC-യുടെ ഫുട്ബോൾ കമന്റേറ്റർ, ആ മനുഷ്യന്റെ തൊഴിൽ പോയി. അയാൾ മുസ്ലിം അല്ല. വാഷിംഗ്ടണിലെ മൈക്രോസോഫ്റ്റിന്റെ മീറ്റിംഗ് നടക്കുമ്പോൾ അതിന്റെ CEO നാദല്ലേ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ 2 ചെറുപ്പക്കാർ ചാടി എഴുന്നേൽക്കുകയാണ്. ലക്ഷക്കണക്കിന് രൂപ മാസശമ്പളം വാങ്ങുന്ന മൈക്രോസോഫ്റ്റിന്റെ എഞ്ചിനീയർമാർ. അവര് പറയുന്നു, നിങ്ങൾ ഈ സംസാരിക്കുന്നത് ഗാസയിലെ മനുഷ്യനെ മറന്നുകൊണ്ടാണ്. നാദല്ലേ പ്രസംഗം നിർത്തിയില്ല. ഇവരെ പോലീസ് പിടിച്ചു പുറത്തു കൊണ്ടുപോയി. അവരുടെ ലക്ഷങ്ങൾ മാസം വരുമാനം വരുന്ന തൊഴിൽ നഷ്ടപ്പെട്ടു. അവർ മുസ്ലിങ്ങളായിരുന്നില്ല. ജോർജ് വാഷിംഗ്ടൺ യൂണിവേഴ്സിറ്റിയിലെ സിസിലിയ കൽവർ എന്ന് പറയുന്ന ഒരു വിദ്യാർത്ഥിനി സർട്ടിഫിക്കറ്റ് വാങ്ങാൻ അവിടെ വന്ന് സ്റ്റേജിൽ വന്നിരിക്കുമ്പോൾ മുദ്രാവാക്യം വിളിച്ചു പറയുകയാണ്, സ്കൂളിന്റെ പടി പോലും ചവിട്ടാൻ കഴിയുന്നതിന് മുമ്പ് കൊല്ലപ്പെട്ടു പോയ 100 കണക്കിന് ഫലസ്തീനിലെ കുഞ്ഞുങ്ങളെ ഓർത്തുകൊണ്ടേ എനിക്ക് സർട്ടിഫിക്കറ്റ് വാങ്ങാൻ പറ്റൂ എന്നവർ പറയുമ്പോൾ സിസിലിയ കൽവറിന്റെ സർട്ടിഫിക്കറ്റ് ആ യൂണിവേഴ്സിറ്റി റദ്ദ് ചെയ്യുകയാണ്. സിസിലിയ കൽവർ ഒരു മുസ്ലിം അല്ല. സ്നേഹമുള്ളവരെ, ലോകത്തിലെ എത്ര മനുഷ്യരുടെ കൂട്ടായ്മയുണ്ട്, നന്മയുടെ കൂട്ടായ്മയുണ്ട്. ആ കൂട്ടായ്മയുടെ മുൻപിലാണ് അമേരിക്കയടക്കം മുട്ടുകുത്തേണ്ടി വന്നത് എന്ന് ഫാഷിസ്റ്റുകളുടെ മുമ്പിൽ വിറങ്ങലിച്ചു നിൽക്കാതിരിക്കാൻ ഓർത്തുവെക്കേണ്ട ഒന്നാണ്. സഹനത്തിന്റെയും ക്ഷമയുടെയും പ്രതിരോധത്തിന്റെയും ഒരു രാഷ്ട്രീയ പാഠമാണ്. ആ പാഠം ഉൾക്കൊള്ളാൻ നമ്മുടെ മുമ്പിൽ അവസാനം ചോര കൊണ്ടെങ്കിലും ഗസയിലെ മനുഷ്യർ ബാക്കിയാക്കുന്ന ഒരു ചരിത്രമുണ്ട്. സിംഗിൾ പോളാർ വേൾഡ് എന്ന് പറയുന്ന ഒരു രീതി തകരുകയാണ്. UK എന്ന് പറയുന്ന ബ്രിട്ടീഷ് ആധിപത്യം ലോകത്ത് അവസാനിച്ച പോലെ മൾട്ടിപോളാർ എന്ന് പറയുന്ന ഒരു തിയററ്റിക്കലി അത് ജയിച്ചു വരികയാണ്. നിങ്ങൾ മനസ്സിലാക്കണം, ട്രംപ് ലോകത്തിന്റെ മുമ്പിൽ ഇന്നലെ പരിഹാസ്യനാവുന്നു. അമേരിക്കയുടെ എന്ന് പറയുന്ന ഒരു പോലീസ് രാജ്, അല്ലെങ്കിൽ എന്താ പറയുക, അമേരിക്കൻ പോലീസ് 2 ദിവസമായി ലോകത്തിന്റെ മുമ്പിൽ പരിഹാസ്യരാണ്. ലോകത്തിന്റെ നൊബേൽ സമ്മാനം കിട്ടിയ അവരുടെ പേരല്ല, നൊബേൽ സമ്മാനം ആഗ്രഹിച്ചു കാത്തിരുന്ന ട്രംപിന്റെ എളിഞ്ഞ മുഖമാണ് ഇന്നലെയും എലിഞ്ഞ നമുക്ക് ലോകം ആഘോഷിച്ചത്. പരിഹാസത്തെക്കാൾ വലിയ പരാജയം സംഭവിക്കാനുണ്ടോ? UN-ലെ പ്രസംഗമുണ്ട്, ഞാൻ 7 യുദ്ധം നിർത്തിയെന്ന്, എനിക്ക് നൊബേൽ പ്രൈസ് വേണമെന്ന്. കിട്ടിയില്ല. പരിഹാസ്യനായി. ഇവിടെ ഒരു കാര്യം കൂടെ നിങ്ങൾ ഓർക്കാതെ പോകരുത്, അത് ഇന്ത്യയുടെ പൊസിഷനാണ്. ഫലസ്തീനിൽ യുദ്ധം നടക്കുമ്പോ ഫലസ്തീന് ഏറ്റവും കൂടുതൽ സാമ്പത്തിക സഹായം ചെയ്ത രാജ്യം ഈ നാടാണ്. അത് ഇന്നലെ തുടങ്ങിയതല്ല, ഗാന്ധിജിയുടെ കാലം മുതൽ. ഗാന്ധിജിക്ക് അതിശക്തമായ നിലപാടുണ്ടായിരുന്നു. നിങ്ങൾ അറിയില്ലേ, ഫലസ്തീന്റെ അംബാസഡർ എറണാകുളത്ത് വരുമ്പോൾ ഒരു നിമിഷം നമ്മുടെയൊക്കെ ശ്വാസം നിലച്ചു പോകും പോലെ രോമം എഴുന്നേറ്റ് നിന്ന് നമ്മളെ വിശ്രംഭിതമാക്കിയ ഒരു വാക്കുണ്ട്. ഫലസ്തീന്റെ അംബാസഡർ പറയുകയാണ്, ഞങ്ങളുടെ ധീരനായ സമരനായകൻ യാസർ അറഫാത്തിന്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് നിങ്ങളുടെ ഈ അഹമ്മദ് സാഹിബായിരുന്നു. അള്ളാഹു അദ്ദേഹത്തിന്റെ പരലോക ജീവിതം സുഖപ്രദമാക്കി കൊടുക്കുമാറാവട്ടെ. എന്തിനാണ് ഈ കൊടിയും പിടിച്ചിട്ട് ഈ തളങ്കരയിൽ, ഈ കാസർഗോഡ് മുനിസിപ്പാലിറ്റിയിൽ നിങ്ങൾ നിൽക്കുന്നത് എന്ന ചോദ്യത്തിന്റെ ഉത്തരമാണ് ആ മനുഷ്യൻ പറഞ്ഞ ഈ 2 വാക്ക്. അതിനപ്പുറം ഒരു വാക്ക് വേണോ? അതിനപ്പുറം ഒരു സംസാരം വേണോ? നിങ്ങളുടെ ഈ അഹമ്മദ്, ആ മനുഷ്യൻ ഒറ്റക്കല്ല. അഹമ്മദ് സാഹിബിനെ പറഞ്ഞു വിട്ടത് ഇന്ത്യയാണ്, ഈ രാജ്യമാണ്. അത് ഗാന്ധിജിയുടെ കാലം മുതൽ ഇന്ത്യ എടുത്ത നിലപാടാണ്. ഞാൻ ഇപ്പോഴും പറയട്ടെ, ആ വിദേശ നയം ഇപ്പോഴും നാം ഈ രാജ്യത്തോട് കടപ്പെട്ടവരാണ്. അത് മോദി ഭരിക്കുന്നു എന്നതുകൊണ്ട് അതില്ലാതെയാവുന്നില്ല. കാരണം UN-ൽ ഇന്ത്യ ഈ സമയത്തും 2 സ്റ്റേറ്റിൽ വോട്ട് ചെയ്തു. അത് ഫലസ്തീനെ അംഗീകരിക്കുന്നുണ്ടോ ഇല്ലയോ എന്നല്ല, ഈ രാജ്യത്തിന്റെ ഭരണകൂടത്തെ നാം ആദരവോടുകൂടെ കാണുകയാണ്. അങ്ങനെ ചെയ്യേണ്ടി വന്നു ഇന്ത്യക്ക്. പക്ഷെ ഒരു പ്രശ്നം അപ്പോഴും ബാക്കിയായി. അതെന്താണെന്ന് അറിയുമോ നിങ്ങൾക്ക്? ഒരു രാജ്യത്തിന്റെ വിദേശ നയം
ആ രാജ്യത്തിൻ്റെതല്ല, വ്യക്തികളുടെ നയമായി മാറുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ് നമ്മൾ ഈ നാട് അഭിമുഖീകരിക്കുന്നത്. എന്തെന്നാൽ ഇസ്രയേലിലെ ഹൈഫ പോർട്ട് ഇപ്പോഴും കൈകാര്യം ചെയ്യുന്നത് അദാനിയാണ്. ആ അദാനിക്ക് വേണ്ടി നിൽക്കേണ്ടി വരുന്നു ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്ക്, അമിത്ഷാക്ക്. അവിടെയാണ് പാടുന്നത്. ഒരു രാജ്യം എന്ന നിലക്ക് രാജ്യത്തിന്റെ പോളിസികൾ നമുക്ക് നിലപാടെടുക്കേണ്ടി വരുമ്പോഴും വ്യക്തികളുടെ പേരിൽ ഒരു രാജ്യം കീഴടങ്ങുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ ജനോസൈഡ് നടക്കുമ്പോ, ഏറ്റവും വലിയ ജനോസൈഡ് നടക്കുന്ന സമയത്ത്, വംശഹത്യ നടക്കുന്ന സമയത്ത് നിങ്ങൾ മനസ്സിലാക്കണം, ഇസ്രയേലിന്റെ ധനകാര്യമന്ത്രി ഇന്ത്യ വിസിറ്റ് ചെയ്യുകയാണ്. ഇന്ത്യയിൽ നിന്ന് 20,000 വർക്കേഴ്സിനെ അന്ന് ഇസ്രായേലിലേക്ക് റിക്രൂട്ട് ചെയ്യുകയാണ്. ഈ രാജ്യത്തിന് അതിനേക്കാൾ വലിയ അപമാനമുണ്ടോ? അതിനേക്കാൾ വലിയ സങ്കടമുണ്ടോ? നിങ്ങൾ മനസ്സിലാക്കണം, റഷ്യയിലേക്ക് യുദ്ധത്തിന് ഇന്ത്യയിൽ നിന്ന് ആളുകളെ കൊണ്ടുപോകുന്നു എന്ന് ഇന്ത്യയുടെ പാർലമെന്റിൽ സംവദിക്കുന്നത് വിദേശകാര്യ സഹമന്ത്രിയാണ്. എന്തൊരു സങ്കടം! ജോലിക്കെന്ന് പറഞ്ഞ് ഇവിടെ നിന്ന് കടത്തുക, എന്നിട്ട് റഷ്യയോട് ഇന്ത്യ അഭ്യർത്ഥിക്കുക, നിങ്ങൾ ഈ ആളുകളെ കൊണ്ടുപോവല്ല. നമുക്ക് തടുക്കാൻ കഴിയുന്നില്ല. ഇതെന്തു സങ്കടമാണ്! ലോകത്തിലെ കരുത്തുറ്റ ഒരു രാജ്യമല്ലേ മോദി ഇന്ത്യ? ലോകത്തിലെ ഒരു ശക്തമായ രാജ്യമല്ലേ ബിജെപിക്കാരായ ഇന്ത്യ? ഈ രാജ്യം റഷ്യയോട് പറയുകയാണ്, ഞങ്ങളുടെ മക്കളെ കൊണ്ടുപോവല്ല. നമ്മുടെ മക്കൾ, ഈ രാജ്യത്തിന്റെ മക്കൾ, അവർ മരിക്കാൻ വേണ്ടി പോവുകയാണ്. പക്ഷേ അവർക്ക് തൊഴിലില്ല. അത്രമേൽ ഭീകരമായ തൊഴിലില്ലായ്മ ഈ രാജ്യം അഭിമുഖീകരിക്കുന്നത് കൊണ്ട് നമ്മൾ അപ്പോൾ ഇന്ത്യയുടെ പാർലമെന്റിൽ രാഹുൽ ഗാന്ധി ചോദിക്കുന്നുണ്ട് ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രിയോട്, എങ്ങനെയാണ് ഇവർ റഷ്യയിലേക്ക് യുദ്ധത്തിന് പോണത്? നിസ്സഹായമായി വിദേശകാര്യ സഹമന്ത്രി പറയണത് അതൊരു പ്രൈവറ്റ് ചാനൽ വഴിയാണ്. ഒരു പ്രൈവറ്റ് ചാനൽ വഴി ഇയാമ്പട്ടകൾ ബന്ധുരുകി മരിക്കുന്നത് പോലെ ഈ രാജ്യത്ത് നിന്ന് യുദ്ധത്തിന് കൊണ്ടുപോകുന്നവരെ തടുക്കാൻ നമുക്കാവുന്നില്ല. ബിജെപിക്കാരാ ഇതൊക്കെ RSSന് വേണ്ടിയാണെങ്കിൽ ഒരു ന്യായമുണ്ടായി. നിങ്ങൾ ഭരിക്കുന്നു, നിങ്ങളുടെ നിലപാടുകൾക്ക് വേണ്ടി നിങ്ങൾ ഇത് ചെയ്യുന്നു. പക്ഷേ നിങ്ങൾ ഇത് ചെയ്യുന്നത് ഒരു കോർപ്പറേറ്റിന് വേണ്ടിയാണ്. അദാനി എന്ന കോർപ്പറേറ്റിന് വേണ്ടിയാണ്. കോർപ്പറേറ്റുകളുടെ മുമ്പിൽ സുക്കൂത്താകും ഭരിക്കുന്നവരെന്ത് പോളിസി ഉണ്ടെങ്കിലും. അദാനിയുടെ മുമ്പിൽ സുക്കൂത്തായിട്ടുണ്ട് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയും ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രി അമിത്ഷായും. നിങ്ങൾ മനസ്സിലാക്കണം, ഈ ഞാൻ രാജ്യത്തെ മീഡിയകളടക്കമുള്ളവരോട് പറയട്ടെ, ഈ നാട് ഈ ബഹുരാഷ്ട്ര ശക്തികൾ നടത്തുന്ന പ്രൊപ്പഗണ്ടയിൽ വീണു പോയാൽ പിന്നെ പരിഹാസ്യരാകും. എന്താ അറിയോ നിങ്ങളോട്? നമ്മുടെ തൊട്ടടുത്ത രാജ്യമായ അഫ്ഗാന് നമ്മൾ എന്താ കേട്ടുപഠിച്ചത്? ഞാന് കണ്ണൂരിൽ മത്സരിക്കാൻ വേണ്ടി പോകുന്ന സമയത്ത് പി ജയരാജന്റെ എനിക്കെതിരെയുള്ള സ്റ്റേറ്റ്മെന്റ് എന്താ അറിയോ? അയാൾ പറഞ്ഞു, താലിബാന്റെ പ്രതിനിധിയാണ് KM ഷാജി. താലിബാൻ ഒരു വമ്പിച്ച കുഴപ്പടിപ്പിടിച്ചതാണ് എന്ന് ആര് പറഞ്ഞു? അമേരിക്ക. സ്നേഹമുള്ളവരെ, കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് അമേരിക്ക അഫ്ഗാനിലെ ഭരണകൂടത്തോട് പറയുകയാണ്, ഞങ്ങൾക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ ഒരു പോർട്ട് വേണം. ഞങ്ങൾക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ ഒരു പോർട്ട് വേണം. ആരോടാ ചോദിക്കുന്നത്? അഫ്ഗാന്റെ ഭരണാധികാരികളോട്. ആരാണ് അഫ്ഗാന്റെ ഭരണാധികാരികൾ? താലിബാനാണ്. നിങ്ങൾ മനസ്സിലാക്കണം, താലിബാൻ, അഫ്ഗാന്റെ ഭരണകൂടം താലിബാനാണ്. അമേരിക്ക അവരെ അംഗീകരിക്കുന്നു എന്ന് മാത്രമല്ല, അവരുമായി, ആ താലിബാനുമായി അവർ ചോദിക്കാണ്, ഞങ്ങൾക്ക് ഒരു പോർട്ട് തരുമോ? സ്നേഹമുള്ളവരെ, ഇന്ത്യയുടെ അജിത് ഡോവൽ നിരന്തരമായി ആരും അറിയാതെ താലിബാനുമായി ഡിസ്കസ് ചെയ്യാണ്. ഇതിനേക്കാൾ വലിയ പരിഹാസത ഈ അമേരിക്കയുടെ പിറകിൽ ഈ രാജ്യം നടക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ്. മൈ ഫ്രണ്ട് എന്ന് പറഞ്ഞിട്ട് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഇങ്ങനെ അയാളെ താങ്ങാൻ പോയാൽ അവർ പറയുന്നത് മുഴുവൻ കേൾക്കുകയും അവരുടെ മുമ്പിൽ അപഹാസ്യരാവുകയും ചെയ്യേണ്ടി വരും. ഈ രാജ്യത്തിന് നിലപാട് വേണ്ടേ? ആ നിലപാട് ഉയർത്തിപ്പിടിക്കാനല്ലേ രാജ്യം? അങ്ങനെയല്ലേ കഴിയേണ്ടത്? അതല്ലേ കഴിയേണ്ടത്? അത് കഴിയുന്നില്ല. ഒരു കാര്യം നിങ്ങൾ ഓർത്തോളൂ, യുദ്ധം തീരുമ്പോൾ ഒരു പക്ഷേ വിയറ്റ്നാമിന്റെ യുദ്ധകാലത്താണ് അമേരിക്കയിലെ സിവിലിയൻസ്, ആ സിവിൽ സൊസൈറ്റി അതിശക്തമായി അമേരിക്കയുടെ ഭരണകൂടത്തിന് എതിരായി നിന്നത്.
അവസാനം വിയറ്റ്നാമിൽ നിന്ന് അമേരിക്ക പോകുമ്പോൾ ബാക്കിയാവുന്നത് നഗ്നയായ ഒരു പെൺകുട്ടി തെരുവിലൂടെ ഓടുന്ന ഒരു ചിത്രമാണ്. അമേരിക്കയുടെ ഉറക്കം ഇപ്പോഴും കെടുത്തുന്നത് ആ ഒരു ചിത്രമാണ്. ഇസ്രായേൽ ഗസയിൽ നിന്ന് പിന്മാറുമ്പോൾ എത്ര ചിത്രങ്ങൾ ബാക്കിയാകുന്നു എന്ന് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? എത്ര ചിത്രങ്ങൾ? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നബാന്റെ മോൾ മുടി പിന്നിക്കെട്ടി ആ മയ്യത്തുകട്ടിൽ കിടക്കുന്ന ചിത്രം മാത്രമാണോ? എത്ര ചിത്രങ്ങൾ ബാക്കിയുണ്ടാകും? ഈ ക്രൂരന്മാരായ ഭരണാധികാരികൾ ഓർത്തു വെച്ചോളൂ നിങ്ങൾ, ഇവർക്ക് ലോകത്ത് ബാക്കിയുണ്ടാവുക ഇത്തരം മ്ലേച്ഛമായ താല്പര്യങ്ങളാണ്. ഞാൻ യൂത്ത് ലീഗിന്റെ കുട്ടികളോട് പറയട്ടെ, മനുഷ്യരെ എല്ലാവരെയും ചേർത്ത് നിർത്തി മതത്തിന്റെയും ജാതിയുടെയും വർഗവർണ്ണങ്ങളുടെയും അതീതമായി മനുഷ്യൻ എന്ന നിലക്ക് സങ്കടങ്ങൾ കാണുമ്പോൾ പ്രതികരിക്കുന്നു, വേദനകൾ കാണുമ്പോൾ സങ്കടപ്പെടുന്നു, സന്തോഷം കാണുമ്പോൾ ആഹ്ലാദിക്കുന്നു, എല്ലാവരുടെയും സന്തോഷങ്ങളിൽ ചേർന്നു നിന്ന് ചിരിക്കുന്ന, എല്ലാവരുടെയും സങ്കടങ്ങളോട് ചേർന്നു നിന്ന് സഹതപിക്കുകയെങ്കിലും ചെയ്യുന്ന മനുഷ്യരുടെ കൂട്ടായ്മകൾ ശക്തിപ്പെടുത്തുകയാണ് ഗസയിലെ ചോരയിൽ നിന്ന് പഠിക്കേണ്ടുന്ന ഒന്ന്. ആക്രമിച്ചിട്ടല്ല, ഗാന്ധിജിയുടെ പ്രതിരോധത്തിനും ഏറ്റവും വലിയ രാഷ്ട്രങ്ങളെ തകർക്കാൻ കഴിയുമെന്ന് ഒരു കൊച്ചു രാജ്യം തെളിയിക്കുമ്പോൾ ആ ഗാന്ധിയൻ രാഷ്ട്രീയത്തിന്റെ വഴികളിലേക്കുള്ള യാത്രയെ തുടർന്നു കൊണ്ടുപോകാൻ കഴിയുന്ന ഐക്യദാർഢ്യ പ്രകടനങ്ങൾ രാജ്യത്തിന്റെ തെരുവുകളിൽ യൂത്ത് ലീഗ് അടക്കമുള്ളവർ നടത്തുകയാണ് വേണ്ടത്. ഒരു കാര്യം ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട മറ്റൊന്നുണ്ട്, അത് വലതുപക്ഷ രാഷ്ട്രീയത്തിന്റെ പരാജയമാണ്. വലതുപക്ഷ രാഷ്ട്രീയത്തിന്റെ ഒരു മനുഷ്യത്വ വിരുദ്ധതയുടെ രാഷ്ട്രീയമാണ്. ലോകത്തിലെവിടെയും ലോകത്തില് ട്രംപാണ് വലതുപക്ഷ രാഷ്ട്രീയത്തിന്റെ നേതാവെങ്കിൽ തൊട്ടുപിറകിൽ നെതന്യാഹു, അതിന്റെ പിറകിൽ നരേന്ദ്രമോദി, ഇടതുപക്ഷം എന്ന ആട്ടിൻ തോലളഞ്ഞ വലതുപക്ഷക്കാരനായ പിണറായി എന്ന കമ്മ്യൂണിസ്റ്റ് ചെന്നായയും. വലതുപക്ഷം മനുഷ്യരുടെ പ്രശ്നങ്ങളെ തിരിച്ചറിയുന്ന പക്ഷമല്ല. വലതുപക്ഷം ഏറ്റവും ഭീകരമായ പരാജയങ്ങളുടെ ഖേദാരമായി നിൽക്കുന്നതാണ്. നിങ്ങൾ ഓർത്തു നോക്കൂ, ഈ രാജ്യം പിടിക്കാൻ ഏറ്റവും ക്രൂരമായ രാഷ്ട്രീയം പുലർത്തിയവരാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഗുജറാത്തിൽ നിന്ന് തുടങ്ങിയ ഈ പറയുന്ന അംശം ഭരണം പിടിക്കാനാണല്ലോ തോന്നിയവാസം. ഭരണം ഈ രാജ്യത്ത് 80% ഹിന്ദു സഹോദരന്മാരാണ്. ഈ 80% ഹിന്ദു സഹോദരന്മാർ നരേന്ദ്രമോദിയുടെ ഭരണത്തിന്റെ കാലയളവിൽ അഭിമുഖീകരിച്ച സങ്കടങ്ങൾ ആര് കൊടുത്തതാണ്? ഇവിടുത്തെ ചെറിയ ന്യൂനപക്ഷമായ മുസ്ലിങ്ങൾ കൊടുത്തതാണോ? ക്രിസ്ത്യാനികൾ കൊടുത്തതാണോ? സിഖുകാരൻ കൊടുത്തതാണോ? അല്ലല്ലോ. 80% എന്ന് പറഞ്ഞു ഭരിക്കുന്ന മോദി, നിങ്ങളല്ലേ ഡീസലിന്റെ വില കൂട്ടിയത്, പെട്രോളിന്റെ വില കൂട്ടിയത്, നിങ്ങളല്ലേ നോട്ട് നിരോധിച്ചത്, നിങ്ങളല്ലേ GST കൊണ്ടുവന്നത്? ഇപ്പോഴോ നിങ്ങള് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നോട്ട് നിരോധിച്ചപ്പോ രാഹുൽ ഗാന്ധി പറഞ്ഞു, ഇന്ത്യ മുഴുക്കെ പറഞ്ഞു അബദ്ധമാണ്, വിഡ്ഢിത്താണ്. നിങ്ങൾ ഈ 2000 നോട്ട് നിരോധിച്ച് 2000 കൊണ്ടുവരുമ്പോ ലോകം ഉഷാറാവുന്നു ഞങ്ങൾ വിചാരിച്ചത്. ഞാൻ കാസർഗോട്ടുകാരെ പറഞ്ഞ ഞങ്ങൾക്ക് മനസ്സിലാവുമല്ലോ, നിങ്ങൾ അധികവും പ്രവാസികളാണ്. വലിയ പൂജ്യമുള്ള നോട്ടുള്ള എല്ലാ രാജ്യവും ദരിദ്ര രാജ്യമാണ്. അറിയോ? ഞാൻ ഇന്തോനേഷ്യയിൽ പോയിട്ട് ആദ്യമായിട്ട് ഇന്തോനേഷ്യ പോയപ്പോൾ ബേജാറായി പോയി. ഞാൻ 2-3 ആൾക്കാർ ഒരുമിച്ചാ പോയത്. വിശന്നിട്ട് കോലാലംപൂരിൽ നിന്ന് ഫ്ലൈറ്റ് കയറി ഞങ്ങൾ ജക്കാർത്തയിൽ ഇറങ്ങിയിട്ട് വിശപ്പിന്റെ ഉക്കൂടെ ഞങ്ങൾ ഒരു ബണ്ണും ഒരു കോഫിയും കഴിച്ചു. ഞങ്ങൾ 5 പേര്. ബില്ല് വന്നു 2.5 ലക്ഷം രൂപ. ഞങ്ങൾ ആകാവുന്ന കോലത്തിൽ കിട്ടാവുന്ന ഭാഷയൊക്കെ വെച്ച് സംസാരിച്ചു. അവസാനം നിവൃത്തിയില്ലാതെ ഞാൻ ATM പോയിട്ട് പൈസ മാറ്റിയപ്പോ എൻ്റെ പോയ പൈസ നോക്കുമ്പോൾ 1250 റുപ്യ എന്ന് വെച്ചാൽ അവിടുത്തെ 1 ലക്ഷം റുപ്യ നമ്മുടെ നാട്ടിൽ 500 റുപ്യാണ്. ലോകത്തിലെ സമ്പന്ന രാജ്യമല്ലേ അമേരിക്ക. 100ന്റെ മുകളിൽ ഒരു ഡോളർ ഉണ്ടോ? 200 ഡോളർ ഉണ്ടോ? ഇല്ലല്ലോ. യൂറോ എത്ര വലുതാണ്? 200 രൂപയുടെ 200ന്റെ നോട്ടേ യൂറോയിലുള്ളൂ. ലോകത്തിലെ ഏറ്റവും മൂല്യമുള്ള പൈസ അല്ലേ കുവൈറ്റിന്റെ? 50.
ലോകത്തിൽ ഏറ്റവും മൂല്യമുള്ള പൈസ അല്ലേ മസ്കറ്റിന്റെ 50 നോട്ടേ ഉള്ളൂ. ബഹ്റൈനിൽ 20 നോട്ടേ ഉള്ളൂ. അപ്പോഴാണ് ഈ ചങ്ങായിമാര് ലോകം എന്താണെന്ന് അറിയാത്തത് 1000 നിരോധിച്ചിട്ട് 2000 കൊണ്ടുവന്നു. ഞാൻ ബാക്കിയുള്ള ധനശാസ്ത്രമൊന്നും പറയുന്നില്ല. ഉള്ള 1000 നിരോധിച്ചിട്ട് 2000. അപ്പോഴേ പറഞ്ഞു അബദ്ധം. ആ 2000 എവിടെ? അത് നിരോധിച്ചു നമ്മൾ അറിഞ്ഞില്ല. പൈസ തീർന്നു. ഇനി 2000 ബാക്കിയുണ്ട് എവിടെങ്കിലും ചെലവാകൂല. 2000 തീർന്നു, അറിയാതെ വലിച്ചെടുത്തു. നോട്ട് നിരോധനം പാളിയോ? പാളി. എന്തായിരുന്നു സുരേന്ദ്രനൊക്കെ ബടായി അല്ലേ? മോട്ടോർ സൈക്കിൾ തള്ളിക്കൊണ്ടുപോവാ, കാളവണ്ടിയിൽ യാത്ര ചെയ്യാ. പറഞ്ഞു പെട്രോൾ ഡീസൽ എന്തൊരു കഷ്ടാണ്. ലോകം മുഴുവൻ ക്രൂഡ് ഓയിലിന്റെ വില തകർന്നു. അപ്പോഴും കേരളത്തില് 100 രൂപ പെട്രോളിന് ഡീസലിന് ഇല്ലേ? GST കൊണ്ടുവന്നപ്പോ തോമസ് ഐസക് എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റ് കോമാളി മാത്രം പറഞ്ഞു, CPM മാത്രം പറഞ്ഞു നല്ല കാര്യം. സ്റ്റാലിൻ പറഞ്ഞു അബദ്ധാണ്, കർണാടക പറഞ്ഞു അബദ്ധാണ്, ഇന്ത്യയില് വിവരം തലവലിമുള്ള സകല ഭരണാധികാരികളും പറഞ്ഞു അസംബന്ധമാണ്. GST യുടെ പോയി ആരാ പിൻവലിച്ചത്? നിങ്ങൾ കൊണ്ടുവന്ന GST നിങ്ങൾ പിൻവലിച്ചു. ഇന്ന് ഞാൻ ഇങ്ങോട്ട് വരുമ്പോ ഡോളറിന്റെ റേറ്റ് നോക്കി, നിങ്ങൾക്ക് അടിച്ചറിയാം, നിങ്ങൾക്ക് മനസ്സിലാവും. 90 രൂപയാണ് ചരിത്രത്തിൽ ആദ്യം, ലോകം പറഞ്ഞിട്ട് ആദ്യമായി ഇന്ത്യയിൽ നമ്മുടെ റുപ്പിയുമായി താരതമ്യം ചെയ്താൽ ഡോളറിന്റെ ഇന്നത്തെ റേറ്റ് 90ആണ്. അറിയോ നിങ്ങള്? തകർന്ന് ഈ നാട് തരിപ്പണമായി. കാര്യം എന്താണ്? വോട്ട് വാങ്ങാൻ മനുഷ്യരെ തമ്മിൽ തല്ലിച്ചാൽ കിട്ടും, ഭരിക്കാൻ പക്ഷേ കാഴ്ചപ്പാടുകൾ വേണം. ഗാന്ധിജിയെ ഓർക്കേണ്ടത് അവിടെയാണ്, നെഹ്റുവിനെ ഓർക്കേണ്ടത് അവിടെയാണ്. ഈ രാജ്യത്തിന്റെ വിദേശകാര്യ നിലപാടുകൾ എന്ത് പരിഹാസ്യമായി പോയി. ഓർത്തോക്ക് നിങ്ങൾ, എന്തൊരു തമാശയാണ്. കേരളത്തിൽ എന്താ പറയുന്നത്? BJP-ക്കാര് ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രിക്ക് 4 ഭാഷ സംസാരിക്കാൻ അറിയാം. 4 ഭാഷ അറിഞ്ഞിട്ട് എന്താ കാര്യം? സംസാരിക്കാൻ ഒരു നിലപാട് വേണ്ടേ? BJP-ക്കാര് ഒരു നിലപാടുണ്ടെങ്കിലല്ലേ ഭാഷ കൊണ്ട് കാര്യമുള്ളൂ. എന്തിനാ ET മുഹമ്മദ് ബഷീർ ഓപ്പറേഷൻ സിന്ദൂർ കഴിഞ്ഞപ്പോ ലോകരാജ്യങ്ങൾ സന്ദർശിക്കാൻ പോയത്? ഇന്ത്യ പറഞ്ഞതാണ് പോയിട്ടൊന്ന് ന്യായീകരിക്കുക. ഈ 4 ഭാഷ അറിയുന്ന വിദേശകാര്യമന്ത്രിയോട് അല്ലായിരുന്നോ? എന്തിനാ ശശി തരൂർ പോയത്? എന്തിനാണ് ഇന്ത്യയിലെ മറ്റ് പാർലമെന്റിലെ പ്രതിപക്ഷത്തിരിക്കുന്നവർ പോയത്? രാജ്യത്തിന് വേണ്ടി വാദിക്കാൻ. കാര്യമെന്തേ? വിദേശകാര്യമന്ത്രിക്ക് പറയാൻ അയാൾക്ക് ഭാഷയുണ്ട്, പക്ഷെ ആശയമില്ലാത്ത ഭാഷ കൊണ്ട് എന്താ കാര്യം? എങ്ങനെയാണ് സംസാരിക്കാനാവുക? നിങ്ങൾക്ക് ലോകത്തിന്റെ മുമ്പിൽ വിദേശ നിലപാടുകൾ കൊണ്ട് നെഞ്ചു വിരിച്ചു നിൽക്കാൻ കഴിഞ്ഞ ഒരു രാജ്യത്തിന്റെ നട്ടല്ലു വളച്ചു കളഞ്ഞു നിങ്ങൾ. ഭാഷ കൊണ്ട്. ഭാഷ ഒന്നും വേണ്ട. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, നല്ല പത്രക്കാരെ കണ്ടപ്പോഴും ഞാൻ പറഞ്ഞു, ഇറാനെ ഇസ്രായേൽ ആക്രമിച്ചു. ആ സമയത്ത് UN-ലെ ഇറാന്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അർഗാച്ചിയുടെ ഒരു പെർഫോമൻസ് ഉണ്ട്. ഇന്ത്യയുടെ BJP-ക്കാരെ പഠിക്കാൻ വേണ്ടി ഒന്നുകൂടി പറയാ ഞാൻ. എന്താ പെർഫോമൻസ് അറിയോ? പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോ തൊണ്ട വരണ്ട. അപ്പൊ ഈ UN-ന്റെ ടേബിളിൽ മുഴുവൻ വെള്ളം വെക്കുമല്ലോ, നല്ല വലിയ കമ്പനികളുടെ വെള്ളങ്ങളുണ്ട്. ഓരോരുത്തര് അബ്ബാസ് അർഗാച്ചിക്ക് വെള്ളം കൊടുക്കുകയാണ്. അയാൾ പറഞ്ഞു വേണ്ട. അയാൾ പിറകിൽ നിൽക്കുന്ന അയാളുടെ അസിസ്റ്റന്റിനോട് പറഞ്ഞു, ഇറാനിൽ നിന്ന് കൊണ്ടുവന്ന വെള്ളം എവിടെ? അയാൾ ഒരു കുപ്പി തുറന്ന് വെള്ളം അബ്ബാസ് അർഗാച്ചി കുടിച്ചു. അത്രേ ഉള്ളൂ കാര്യം. പക്ഷേ അബ്ബാസ് അർഗാച്ചി ആ വെള്ളം കുടിക്കുമ്പോൾ ലോകരാഷ്ട്ര തലവന്മാരോട് പറയുന്നുണ്ട്, ഡോ നന്നെയൊന്നും കുടിച്ച വെള്ളത്തിൽ വിശ്വസിക്കാൻ കൊള്ളൂല, അതുകൊണ്ടാണ് ഞാനത് ചെയ്യുന്നതെന്നാണ്. എന്റെ BJP-ക്കാരാ സംസാരിക്കാൻ 10 ഭാഷയൊന്നും വേണ്ട, ഒരു ആക്ഷൻ മതി. നിലപാടുള്ള ഒരു ഭരണാധികാരിക്ക്, നിലപാടുള്ള ഒരു രാജ്യത്തിന് ഒരു ആക്ഷൻ മതി. അതാ കാണിച്ചത്. വലതുപക്ഷത്തിന് വോട്ട് പിടിക്കാനേ കഴിയും, ഭരിക്കാൻ അറിയില്ല. ഭരിക്കണമെങ്കിൽ മനുഷ്യന്റെ മനസ്സറിയണം. ഭരിക്കണമെങ്കിൽ എന്തിനാണ് നാം ഈ സമരങ്ങൾ ചെയ്യുന്നത്, നാം വോട്ട് വാങ്ങുന്നത് എന്ന് അറിയണം. രാജ്യം എന്താണെന്ന് അറിയണം. ഭരണാധികാരിയുടെ ഉത്തരവാദിത്തങ്ങൾ എത്ര വലുതാണ് എന്ന ചിന്തയുണ്ടാവണം. അത് ഭരിക്കാൻ അറിയില്ല ലോകത്തിലെ മറ്റൊരു വലതുപക്ഷക്കാരനായ മോദി. മറ്റൊരു വലതുപക്ഷക്കാരൻ നമ്മളെ, ഞാൻ പറഞ്ഞ പോലെ ഇടതുപക്ഷമെന്ന മേൽക്കുപ്പായമണിഞ്ഞ് കേരളം കണ്ട ഏറ്റവും വലിയ വലതുപക്ഷക്കാരനായ സഖാവ് പിണറായി വിജയനാണ്. നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഞാന് ഇതാ നെല്ലിക്കുന്ന് ഇവിടെ കേരള നിയമസഭയിൽ 2018
അന്ന് പി ടി തോമസിന്റെ പ്രസംഗത്തിന്റെ ടേഡ് ഞാൻ നേരത്തെ പിന്നെ എലിക്കുന്നിനോട് പറയുമായിരുന്നു. ഇപ്പൊ എന്നോട് പറഞ്ഞു ഷാജി വേണ്ടോളം പ്രസംഗിച്ചു. ഞാൻ പറഞ്ഞു ഈ കാര്യം നിയമസഭയിൽ നിന്ന് ഒരു 5 മിനിറ്റ് ചോദിച്ചാൽ നിങ്ങൾ തരുത്തില്ലേ? സ്വാഭാവികമാണ്. പിണറായിനെ പോലെ ഒരു ചങ്ക് മാത്രമാണ് തരക്കേണ്ടത്, 2 ചങ്കുള്ള ഒരാളാണ്. അയാൾ അതുകൊണ്ട് പറയാൻ പാടില്ല. പറഞ്ഞാൽ സ്വാഭാവികമായിട്ട് ആക്രമണങ്ങൾ ഉണ്ടാവും. അത് നടന്നു. പക്ഷേ ഈ പെരുംകള്ളനായ മുഖ്യമന്ത്രിയോട് അന്നത് പറഞ്ഞത് ഞാൻ ആലോചിക്കുന്നു മകളെ കുറിച്ചാണ്. അപ്പൊ നമ്മളൊക്കെ വിചാരിച്ചു മകളാണ് ഈ മുഖ്യമന്ത്രിയുടെ ലാബലിന്റെ പിറകിൽ നിന്ന് ഈ അഴിമതിയൊക്കെ നടത്തുന്നത്. അപ്പൊ പലരും പറഞ്ഞു ആ മോനെ കുറിച്ച് എവിടെയും കേൾക്കണില്ലല്ലോ. അതാ മോനും വന്നു. മോനുണ്ട്. മോൻ മാത്രല്ല മകന്റെ അമ്മോഷൻ വേറെ അഴിമതിക്കാരൻ. ഞാൻ ഈ തമിഴ്നാട്ടിലൊക്കെ തിരുട്ട് ഗ്രാമം എന്ന് കേട്ടിട്ടുണ്ട്. എന്നാൽ ഒരു തിരുട്ട് ഫാമിലി എന്ന് ആദ്യമായി കേൾക്കുന്നത് ഈ പിണറായി വിജയന്റെ കുടുംബാണ്. അച്ഛൻ വേറെ, അമ്മ വേറെ, മോള് വേറെ, മോൻ വേറെ, പോരാത്തതിന്റെ മോന്റെ അമ്മോശം വേറെ. എന്തൊരു കക്കലാടോ! ഒരു മര്യാദ വേണ്ടേ? നിങ്ങള് മർദ്ദിതനും ചൂഷിതനും ചൂഷകർക്കുമെതിരെ എന്ന് പറയുന്ന ഒരു പ്രത്യേക ശാസ്ത്രത്തിൽ നിന്ന് വന്നവരാണ്. പക്ഷേ അതല്ല പിണറായി വിജയന്റെ 8 കമ്മ്യൂണിസ്റ്റുകളെ പിറകിൽ വെടിവെച്ച് വീഴ്ത്തിയ ആഭ്യന്തരമന്ത്രിയാണ് ഈ കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഇയാൾ എന്ത് ഇടതുപക്ഷമാണ് ഒന്ന് പറഞ്ഞേ. ഒരു ഇടതുപക്ഷ മുഖ്യമന്ത്രിക്ക് ആഹ്വാനം ചെയ്യുമ്പോ കരള് വിറക്കില്ല. അവർ നക്സലൈറ്റ് ആണ്. പക്ഷേ അവർ മാർക്സിനെ അല്ലേ ആരാധിക്കുന്നത്? എംഗൽസിനെ അല്ലേ ആരാധിക്കുന്നത്? കമ്മ്യൂണിസം അല്ലേ പ്രത്യേക ശാസ്ത്രം? ചെറിയ വ്യത്യാസം ഉണ്ടാവാം. ആ ചെറിയ വ്യത്യാസത്തിന്റെ പേരിൽ ആ നക്സലൈറ്റുകളെ വെടിവെച്ചു കൊല്ലാൻ ഉത്തരവിറക്കിയ പിണറായി വിജയന്റെ മനസ്സിന്റെ ഹൃദയത്തിനകത്ത് എവിടെയെങ്കിലും കമ്മ്യൂണിസത്തിന്റെ ഒരു ലാഞ്ചന ഉണ്ടാവുക? അയാൾ ലെഫ്റ്റ് ആണോ? അല്ല, അയാൾ വലതുപക്ഷമാണ്. അത് തന്നെയാണ് അയാൾ തെളിയിച്ചത്. എല്ലാവരും ഇപ്പൊ മെനഞ്ഞാന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രി ഡൽഹിയിലേക്ക് പോയി. എന്തിനാണ് അദ്ദേഹം ഡൽഹിയിലേക്ക് പോയതെന്ന് നിങ്ങൾക്ക് ഇപ്പൊ മനസ്സിലാവുന്നുണ്ടോ? ഞാൻ ഒരു കാര്യം പറയാം. കഴിഞ്ഞ മാർച്ച് 12-ാം തീയതി ഇതേപോലെ ഡൽഹിയിലെ കേരള ഹൗസിൽ ഒരു രഹസ്യമായ ചർച്ച നടന്നു. കെ.ബി. തോമസ് ആണ് നേതൃത്വം കൊടുത്തത്. കേരളത്തിന്റെ BJP ഗവർണറാണ് അതിന് ചുക്കാൻ പിടിച്ചത്. ആരാ ഉണ്ടായിരുന്നെന്നറിയോ? നിർമ്മല സീതാരാമൻ, പിണറായി വിജയൻ, കെ.ബി. തോമസ്, കേരളത്തിന്റെ ഗവർണർ. 4 പേർ. ആ രഹസ്യമായ ചർച്ച എന്തായിരുന്നു എന്ന് നമ്മൾക്ക് മനസ്സിലാവുന്നത് മകന്റെ ഈ പുതിയ വാർത്ത വരുമ്പോഴാണ്. ഇന്നലെ മെനഞ്ഞാന്ന് പിന്നെയും ഡൽഹി അമിത്ഷാ ആഭ്യന്തര മന്ത്രാലയം വിട്ടിറങ്ങി വന്ന് പത്രക്കാർ പറഞ്ഞറിയോ? വിദേശ പ്രതിനിധികൾ വന്നാൽ പോലും ഈ മനുഷ്യൻ ആഭ്യന്തര മന്ത്രാലയം വിട്ടിറങ്ങാറില്ല. ആഭ്യന്തര മന്ത്രാലയം വിട്ടിറങ്ങി അമിത്ഷാ മുഖ്യമന്ത്രി പിണറായി വിജയനുമായി ചർച്ച. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഗഡ്കരി മുഖ്യമന്ത്രിയെ യാത്രയേക്കാൻ ഓഫീസിൽ നിന്ന് പുറത്തിറങ്ങി യാത്രയച്ചു കഴിഞ്ഞു. നിങ്ങൾ മനസ്സിലാക്കണം, അത് കഴിഞ്ഞിട്ടുള്ള UAE യാത്ര, ആ UAE യാത്ര പക്ഷേ സമ്മതിച്ചില്ല. 2023 EDയുടെ നോട്ടീസ് പിണറായി വിജയന്റെ മകന്റെ പേരിൽ വന്നു. ആ നോട്ടീസിന് കൃത്യമായി പറഞ്ഞു കള്ളപ്പണം വെളുപ്പിക്കൽ അല്ലേ. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇതിലെന്താ കാര്യം എന്ന് ചില മന്ത്രിമാര്, പോങ്ങന്മാരായ മന്ത്രിമാര് പറയണില്ലേ? കാര്യമുണ്ട്. അതിന്റെ ആ നോട്ടീസ് പോയതിന്റെ അഡ്രസ് നിങ്ങൾ ശ്രദ്ധിച്ചോ? അത് കേരളത്തിന്റെ അല്ലെങ്കിൽ നിങ്ങൾ അത് ഈ ചെറുപ്പക്കാരന്റെ അച്ഛൻ പിണറായി വിജയന്റെ പേരിലല്ല പോയത്. ആ അഡ്രസ്സിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ വീട് ക്ലിഫ് ഹൗസ്. ഇത് ചരിത്രത്തിൽ ആദ്യമാണ് ക്ലിഫ് ഹൗസിലേക്ക് ഒരു ED നോട്ടീസ്. ഇതിനു മുമ്പ് വന്നിട്ടുണ്ടോ? ക്ലിഫ് ഹൗസിന്റെ അഡ്രസ്സില് ഒരു EDയുടെ സമൻസ് ഇതിനു മുമ്പ് വന്നിട്ടുണ്ടോ? കേരളത്തിലെ പിണറായി വിജയന്റെ തറവാട്ടിലേക്കല്ല പോയത്. കേരളത്തിലെ ക്ലിഫ് ഹൗസ് എന്ന് പറയുന്നത് മുഖ്യമന്ത്രിയുടെ വസതിയാണ്. കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ വസതി നിങ്ങൾ മനസ്സിലാക്കണം. അത് ഒരാളുടെ തറവാട്ട് സ്വത്തല്ല. വിവേക് കിരണിന്റെ അഡ്രസ്സിൽ കൃത്യമായി പറയുന്നു ക്ലിഫ് ഹൗസ്, സൺ ഓഫ് പിണറായി വിജയൻ. എന്നിട്ടോ ക്ലിഫ് ഹൗസ്. ഞാൻ ഒരു കാര്യം പറയട്ടെ, വിവേക് കിരണിന്റെ പേഴ്സണൽ അഡ്രസ് ക്ലിഫ് ഹൗസ് അല്ല. നിങ്ങൾ മനസ്സിലാക്കി പരിശോധിച്ചോ? ഞാൻ പറയുന്നത് അബദ്ധമാണെങ്കിലും പരിശോധിച്ചോ? അല്ല, പിണറായിയുടെ വീടാണ് വിവേക് കിരണിന്റെ സ്വകാര്യ അഡ്രസ്. അങ്ങനെയെങ്കിൽ ഈ ED നോട്ടീസിന്റെ അർത്ഥം എന്താണ്?
ഈ ED നോട്ടീസിന്റെ അർത്ഥം എന്താണ്? ഇനി അത് മാത്രല്ല, ആ കേസ് ഒതുക്കാൻ വേണ്ടിയാണ്. ഇതിന്റെ പേര് കിടക്കുന്നത് ദുബൈയിലാണ്. മുഖ്യമന്ത്രി ഡൽഹിയിൽ പോയി അമിത്ഷയെ കണ്ടു. മന്ത്രാലയത്തിൽ നിന്ന് ഇറങ്ങി വന്ന് അമിത്ഷാ വേണ്ടതൊക്കെ പറഞ്ഞു. അവിടെ നിന്ന് നിർമ്മലാ സീതാരാമനെ കണ്ടു, ഗഡ്കരിയെ കണ്ടു, പ്രധാനമന്ത്രിയെ കണ്ട് സമ്മാനങ്ങളൊക്കെ സമർപ്പിച്ചു. എന്നിട്ട് സോപ്പിലിട്ടിട്ട് പതുക്കെ UAE പോയി ഈ കേസ് ഒതുക്കാൻ വേണ്ടി യാത്ര നടത്താനായിരുന്നു തീരുമാനിച്ചിരുന്നത്. ആ യാത്ര കേന്ദ്രം അനുമതി കൊടുത്തില്ല. നിങ്ങൾ മനസ്സിലാക്കണം, ആ യാത്ര അനുമതി കൊടുത്തില്ല. മുഖ്യമന്ത്രി ഈ നാട്ടിലെ ജനങ്ങളുടെ കാര്യത്തിനല്ല പോകാൻ തീരുമാനിച്ചത്. മകന്റെ പേരിൽ സമ്പാദിക്കുക, മകളെ പേരിൽ സമ്പാദിക്കുക, മകളെ ഭർത്താവ് മരുമോന്റെ പേരിൽ സമ്പാദിക്കുക, ഭാര്യയുടെ പേരിൽ അഴിമതി നടത്തുക, മകന്റെ അമ്മോഷന്റെ പേരിൽ അഴിമതി നടത്തുക. ഒരു മനുഷ്യൻ എന്നിട്ട് എന്ത് പറഞ്ഞാലും അപ്പൊ കുറെ ന്യായങ്ങൾ പറഞ്ഞ് രക്ഷപ്പെടാൻ സഖാക്കൾ ഇപ്പോഴും ഉണ്ട്. ഞാൻ ഒരൊറ്റ കാര്യം നിങ്ങളോട് ചോദിക്കട്ടെ, സ്വർണ്ണക്കടത്ത് കേരളം മറന്നുപോയിട്ടില്ലല്ലോ. ഒരുപാട് കാര്യമുണ്ട്, സ്വർണ്ണക്കടത്ത് മറന്നിട്ടില്ലല്ലോ. ഈ സ്വർണം കടത്തി 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 ശബരിമലയിലെ സ്വർണ്ണവും ഇപ്പോൾ കാണാനില്ല. മനസ്സിലാക്കണം, ശബരിമലയിലെ സ്വർണം കാണാനില്ല. ഒരൊറ്റ കാര്യം ഞാൻ പറയാം, ശബരിമലയിൽ നിന്ന് പോയത് 55 പവനല്ല, കൊണ്ടുപോയത് ഉണ്ണികൃഷ്ണൻ പോറ്റി തനിച്ചുമല്ല. കഥകളിനിയും ബാക്കി വരും. സ്വർണവുമായുള്ള ബന്ധവും കടത്തിയ ബന്ധവും ഒക്കെ ഉള്ള ഈ രാജ്യത്തിന്റെ ഭരണാധികാരികൾ മറുപടി പറയേണ്ടി വരും. എനിക്കിത് പണ്ടേ സംശയം ഉണ്ടായിരുന്നു. അയ്യപ്പ സംഗമം നടത്തിയത് 1 കൊല്ലം മുമ്പ് വനിതാ മതിൽ നടത്തിയവരല്ലേ? ഞാന് ഇന്നാള് പ്രസംഗിക്കുമ്പോൾ ചോദിച്ചു, ഈ വനിതാ മതില് നിങ്ങളെ കാസർകോട്ടുള്ള പർദ്ദട്ട മാപ്പിള പെണ്ണുങ്ങളുടെ ഫോട്ടോ ഇവിടുത്തെ ചാനലുകാർ അന്ന് ഇന്റർവ്യൂവിൽ കാണിക്കുന്നത് എന്റെ കണ്ണിൽ നിന്നത് മാഞ്ഞു പോകുന്നു. പർദ്ദയിട്ട പാത്തുമൊക്കെ എന്തായിരുന്നു ആ വനിതാ മതിൽ കാര്യമെന്ന് ഞാൻ ചോദിച്ചു. എങ്ങനെ പോയിരിക്കുക? എങ്ങനെ പോവാൻ അർഹത ഉണ്ടാവുക? അത് അയ്യപ്പന്റെ വിഷയമല്ലേ? ശബരിമലയുടെ വിഷയമല്ലേ? ഈ രാജ്യത്തിലെ ഹിന്ദുവിന്റെ വിശ്വാസമല്ലേ? പാത്തുമക്ക് എന്താ കാര്യം? സുബൈദക്ക് എന്താ കാര്യം? മാപ്പിളക്ക് എന്താ കാര്യം? ഇവിടെ ഏതെല്ലാം മതങ്ങളുണ്ട്, ആ മതത്തിന് അത് അകത്തുള്ള അവരുടെ വിശ്വാസങ്ങളുണ്ട്. അത് നിന്റെ യുക്തി നിരക്കണം. ശബരിമലയിൽ 10 വയസ്സിന്റെ താഴെയുള്ള സ്ത്രീകൾ കയറരുത്. 50 വയസ്സിന്റെ മുകളിലുള്ള സ്ത്രീകളെ കയറാൻ പാടുള്ളൂ. 10 വയസ്സിന്റെ താഴെയുള്ള സ്ത്രീകളും അവരെ കുട്ടികളും അവരെ പറ്റൂ, പെൺകുട്ടികളും. 10 വയസ്സിന് മുകളിലും 50 വയസ്സിന്റെ താഴെയുമുള്ള സ്ത്രീകൾ കയറരുത്. ആരുടെ വിശ്വാസം? ഈ രാജ്യത്തിലെ ഹിന്ദു സമൂഹത്തിന്റെ വിശ്വാസം. അവർക്ക് ഡൈജസ്റ്റ് ആവാത്ത എത്ര വിശ്വാസം മുസ്ലിങ്ങൾക്കിടയിലുണ്ട്? ഏതെല്ലാം വിശ്വാസങ്ങളുണ്ട്? ഞാൻ ചോദിച്ചു നേരത്തെ, നെല്ലിക്കുന്ന് പ്രസംഗിക്കാൻ നിൽക്കുമ്പോ ഇവിടുന്ന് പറഞ്ഞു, അഷ്റഫൊക്കെ പറഞ്ഞു ബാങ്ക് കൊടുക്കുകയാണ്. നമ്മൾ നിർത്തി. പിറകിലെ പള്ളിയിൽ നിന്ന്, മാലിക് ദിനാർ പള്ളിയിൽ നിന്ന് അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ബാങ്ക്. ലോകത്ത് നിങ്ങൾ എവിടെ പോയാലും ബാങ്ക് കേൾക്കാം. ഏതെങ്കിലും ഒരു പള്ളിയിൽ നിന്ന് ഒരു പെണ്ണ് ബാങ്ക് കൊടുക്കുന്നത് നിങ്ങൾ കേട്ടിട്ടില്ല? എന്തേ പെണ്ണ് ബാങ്ക് കൊടുത്താൽ കേൾക്കൂലേ? കേൾക്കുമല്ലോ. ചില ബാങ്കൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ ഒന്ന് നന്നായി ബാങ്ക് കൊടുത്തിരുന്നെങ്കിൽ ആഗ്രഹിക്കൂലേ? പെണ്ണിന്റെ ശബ്ദമാണെങ്കിൽ മനോഹരമായ ശബ്ദമായിരിക്കുമല്ലോ. പക്ഷെ എന്തേ ബാങ്ക് കൊടുക്കാത്തത്? അത് വിശ്വാസമാണ്. അതിൽ യുക്തി ഉണ്ടോ? വിശ്വാസിയുടെ മുമ്പിൽ യുക്തിയുടെ ചോദ്യമില്ല. യുക്തിയൊക്കെ ഉള്ളതാണെങ്കിൽ പിന്നെ വിശ്വസിക്കാൻ നിൽക്കണോ? അത് കണ്ടാ പോരെ. വിശ്വാസത്തിന് യുക്തിയുടെ പിൻബലം വേണമെന്ന് വാശി പിടിക്കരുത്. അത് ഏത്തിസ്റ്റുകളുടെ കാര്യമാണ്. ശബരിമലയിൽ എന്തേ ആ പെണ്ണുങ്ങൾ കയറാത്തത് എന്നത് ആ വിശ്വാസികൾ തീരുമാനിക്കേണ്ട കാര്യമാണ്. മാപ്പിളക്ക് എന്താ കാര്യം? സുബൈദക്ക് എന്താ കാര്യം? ഇത് ചെയ്തത് CPM അല്ലേ? നിങ്ങൾ മനുഷ്യരെ തമ്മിൽ തല്ലിക്കാൻ നോക്കല്ലേ? ഒരു ഹിന്ദുവിന്റെ മനസ്സിൽ മുറിവുണ്ടാക്കുകയല്ലേ? എന്നെ വർഗീയവാദിയായി ചിത്രീകരിക്കാൻ പണിയൊക്കെ നടത്തിക്കോ. അത് പേടില്ലോ, പേടിച്ചാ പോരെ, അത്രയല്ലേ ഉള്ളൂ. എന്നെ ശരിയാക്കിക്കാളും തോപ്പിച്ചാളെന്നൊക്കെ ഓരോരുത്തർ പറയുന്നത്. ആർക്കാണോ പേടി? ആർക്കാ പേടി? നിങ്ങൾ ആരെ ഭയപ്പെടുത്തുന്നത്? നേര് പറഞ്ഞിട്ട് നിലപാടുകൾ ആരുടെയെങ്കിലും മുമ്പിൽ അടിയറ വെച്ച് കിട്ടേണ്ടുന്നതല്ല. പഞ്ചായത്ത് മെമ്പർ സ്ഥാനവും ലോകത്തിലെ ഒരു പദവിയും, മനസ്സിലായോ? അത് കിട്ടേണ്ടത് നേര് പറഞ്ഞിട്ടാണ്, നിലപാട് പറഞ്ഞിട്ടാണ്. അല്ലെങ്കിൽ അത്ര വലിയ സംഭവമാണോ എന്ന് 10 കൊല്ലമായ എനിക്കും അറിയാം. നെല്ലിക്കുതിനോട് ചോദിച്ചാൽ മതി. അതിന് മാത്രം പോലീസാക്കപ്പെട്ട പണിയാണ് മറ്റുള്ളവരുടെ മുമ്പിൽ നട്ടല് വളർത്തിട്ട് വാങ്ങേണ്ടത് എന്ന് വിശ്വസിക്കുന്നവരല്ല ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ പ്രവർത്തകന്മാരും അതിന്റെ നേതാക്കന്മാരും. നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. ഞാൻ പറയുന്നത് അത് വിട്ടേക്ക് നിങ്ങൾ. അതിന് ഞങ്ങൾ ഒട്ടും അശേഷവും ഭയപ്പെടുന്നില്ല. പക്ഷെ ഒരു കാര്യം, നിങ്ങൾ മനുഷ്യനെ തമ്മിൽ തല്ലിക്കാൻ വേണ്ടിയാണ് അന്ന് വനിതാ മതിൽ നടത്തിയ അതേ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കഴിഞ്ഞ ആഴ്ച അയ്യപ്പ സംഗമം നടത്തിയപ്പോഴേ എനിക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു. മാത്രല്ല
പിണറായി വിജയന്റെ ഒരു അദ്വൈത പ്രസംഗം. എന്തായിരുന്നു പ്രസംഗം? അദ്വൈതത്തിലെ വാക്കുകളൊക്കെ ഉദ്ധരിച്ചിട്ട് ഞാൻ വിചാരിച്ചു എന്ത് പണ്ടാർ അയാൾ തരക്കടയിൽ ഇയാളുണ്ടല്ലോ, നന്നാവുകയാണ് നന്നാവട്ടെ. അയാളുടെ കള്ളത്തരം എന്ന് പറയുന്ന ഭണ്ഡാരത്തിന് വേണ്ടിയിട്ട് ആരെയും കൂട്ടുപിടിച്ചോട്ടെ, എന്നാലും കുഴപ്പമില്ല, അയാൾ നന്നാവുന്നത് നന്നാവട്ടെ എന്ന് നമ്മൾ വിചാരിച്ചു. പക്ഷേ അത് ശബരിമലയിലെ സ്വർണം പോകുന്നിടത്തേക്ക് കാര്യങ്ങൾ എത്തും എന്ന് നമ്മൾ വിചാരിച്ചില്ല. നിങ്ങൾ മനസ്സിലാക്കണം, അവിടേക്ക് കാര്യങ്ങൾ എത്തിക്കുമെന്ന്. അവസാനം അവിടെ എത്തി നിൽക്കുകയാണ്. എന്നിട്ട് കള്ളത്തരം പറയാ UAE പോകുന്നത് നിക്ഷേപം തേടിയിട്ടാണ്. ഒറ്റ കാര്യം ചോദിച്ചാൽ അവസാനിപ്പിക്കട്ടെ. 10 വർഷം കൊണ്ട് നിങ്ങൾ 25 വിദേശ യാത്ര നടത്തി, 138 കോടി രൂപ ചെലവാക്കി. ഭാര്യനെയും മക്കളെയും പേരക്കുട്ടികളെയും എല്ലാരെയും കൊണ്ടേ, എന്നിട്ട് കൊണ്ടുവന്ന നിക്ഷേപം 0. UAE സന്ദർശനം കഴിഞ്ഞു, $500 മില്യൺ നിക്ഷേപം. നിയമസഭയിൽ പറഞ്ഞു പെരുംനുണ. ജപ്പാൻ കൊറിയ സന്ദർശിച്ച് 300 കോടി നിക്ഷേപം, പെരുംനുണ. ഇംഗ്ലണ്ടിൽ പോയി ഹിന്ദുജ ഗ്രൂപ്പ് 1000 കോടി നിക്ഷേപിക്കുമെന്ന് പറഞ്ഞു, പെരുംനുണ. നോർവേയിൽ 150 കോടി രൂപ നോർവേയിൽ നിന്ന് നിക്ഷേപിക്കുമെന്ന് പറഞ്ഞു, പെരുംനുണ. ഒരൊറ്റ ഉറുപ്പികയുടെ നിക്ഷേപം ഇതുവരെ കൊണ്ടുവന്നിട്ടില്ല 9 കൊല്ലായിട്ട്. അതുകൊണ്ട് സ്നേഹമുള്ളവരെ, ഞങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കും, ശബ്ദിച്ചുകൊണ്ടേയിരിക്കും. സർക്കാരിനെ വിമർശിച്ചാൽ, അവകാശങ്ങൾ ചോദിച്ചാൽ അവരെ വർഗീയവാദിയാക്കി നിർത്താം എന്നാണ് നിങ്ങൾ വിചാരിക്കുന്നതെങ്കിൽ ആ വിചാരം അത് മനസ്സിൽ വെച്ചാൽ മതി. പോരാട്ട വീതികളിൽ പൊരുതി നിൽക്കുന്ന ഒരു ജനതക്ക് അവരുടെ ആത്മവിശ്വാസത്തിനെ ചോർത്തിക്കളയാവുന്നതല്ല സഖാവ് പിണറായി വിജയൻ നിങ്ങളുടെ പ്രൊപ്പഗണ്ട എന്ന്. ലോകത്തിലെ ഏറ്റവും വലിയ പ്രൊപ്പഗണ്ടയുടെ നെതന്യാഹു തോറ്റുപോയിട്ടുണ്ട്. നേരിന്റെ മുമ്പിലെങ്കിൽ നിങ്ങളെ തോൽപ്പിക്കാനുള്ള ഒരുക്കമാണ് നടത്തേണ്ടത്. തുടങ്ങേണ്ടത് ഈ മുനിസിപ്പാലിറ്റിയിലെ തെരഞ്ഞെടുപ്പ് മുതലാണ്. ഓർത്തു വെച്ചോളം, സകലമാന കുത്തിത്തിരിപ്പുകാരും വരും, സകലമാന അഭിഷുദ്ധ കൂട്ടുകെട്ടുകാരും വരും. പേര് മാറ്റി, കൊടി മാറ്റി, രൂപം മാറ്റി നിങ്ങളെ പറ്റിക്കാൻ സഖാബിന്റെ അച്ചാരം പറ്റുന്ന മാപ്പിളത്തട്ടമിട്ട, നേരത്തെ എന്താണ് പർദ്ദയിട്ട് ജാഥയിൽ നിർത്തിയതുപോലെ ആത്മാഭിമാനമില്ലാത്ത മാപ്പിളയും വരും. അവന്റെ മുമ്പിൽ അഭിമാനമെന്നും നേരം നിന്നും ഉറപ്പിച്ച് പോരാട്ടം നടത്താൻ നിങ്ങളുടെ ഈ സമ്മേളനം മുനിസിപ്പാലിറ്റിയിലെ പ്രവർത്തകർക്ക് പ്രചോദനമാവട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഉദ്ഘാടനം ചെയ്തു.